ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാര്, പ്രത്യേകിച്ച് റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കള്, അല്ലാഹു തആല നമ്മുടെ ആത്മീയ സദസ്സിൽ വെച്ച് ഞാൻ ചൊല്ലിയതും പറഞ്ഞതും ദുആ ചെയ്തതും എല്ലാം അല്ലാഹു സ്വീകരിച്ച് നാളെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന അമലുകളുടെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. ആത്മീയ ബന്ധം കാരണം ആത്മീയ സാന്നിധ്യം ലഭിച്ചവരോടൊപ്പം ഭൗതികമായ ലോകത്ത് ജീവിക്കുവാനും മരണസമയത്ത് സ്വാലിഹീങ്ങൾ നമ്മുടെ ജനാസയുടെ ഭാഗത്ത് പങ്കെടുക്കുവാനും സ്വാലിഹീങ്ങളുടെ നേതൃത്വത്തിലുള്ള മയ്യത്ത് നിസ്കാരവും ഖബറടക്കലൊക്കെയും കരസ്ഥമാക്കുവാനും സ്വാലിഹീങ്ങളോടൊപ്പം മഹ്ശറാ ലോകത്ത് നിൽക്കുവാനും സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ആനന്ദിക്കുവാനും നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ക്ലാസ് റൂമിന് വേണ്ടി എല്ലാ നിലക്കും ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ റേഡിയോ ശ്രോതാക്കൾ, അവര് ശ്രോതാക്കൾ എന്ന നിലക്ക് ഒരുപാട് ഉപകാരങ്ങൾ KMICക്ക് ലഭിക്കുന്നുണ്ട്. കാരണം അവർക്ക് നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ ക്ലാസ് റൂമിലുള്ളവര് ക്ലാസ് റൂമിലെ ഐഡിയകളെടുത്ത് ക്ലാസ് റൂമിന്റെ ഇസ്സത്ത് നിലനിർത്തുക. അത് ക്ലാസ് റൂമിന് വലിയ ഒരു ഇസ്സത്താണ്. അതുപോലെ തന്നെ ഉസ്താദന്മാരൊക്കെ ക്ലാസ് എടുക്കുമ്പോ പൂവ് വിട്ടും നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചും ഒക്കെയും ഈ ക്ലാസ് റൂമിനെ സദസ്സ് എന്ന നിലക്ക് സജീവമാക്കുന്ന ഒരുപാട് പ്രവർത്തകർ. പക്ഷേ നമ്മുടെ ഒരുപാട് റേഡിയോ ശ്രോതാക്കള് ചിലപ്പം അവർക്ക് പൂവ് വിടാൻ സാധിക്കുന്നില്ല, അതല്ലെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നില്ല ക്ലാസ് റൂമിൽ വന്ന്. പക്ഷേ നമ്മളെ കൊണ്ടൊന്നും ഇല്ലാത്ത ഒരുപാട് ഉപകാരങ്ങൾ നമ്മുടെ റേഡിയോ ശ്രോതാക്കളെ കൊണ്ടുണ്ട്. കാരണം ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ അവനവന്റെ കൈവശമുള്ള മൊബൈലിലൂടെ മറ്റുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾപ്പിച്ച് അവരുടെ കുടുംബത്തെ ഇത്തരം വിഷയങ്ങൾ കേൾപ്പിച്ച് നന്നാക്കിയെടുക്കുക, നല്ലതിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. അത് അവരുടെ വ്യക്തിപരമായ ആവശ്യമാണെങ്കിലും KMICക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അതൊരു ഉപകാരമാണല്ലോ. അതൊരു ഉപകാരമാണ്. നമ്മളൊരു ക്ലാസ് റൂം തുറന്നു വെച്ച് നമ്മൾ ഒഴിവുള്ള സമയത്തൊക്കെ ക്ലാസ് റൂമിൽ വന്നിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ആവേശം അത് നമ്മൾക്ക് ഇതുകൊണ്ട് ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിലും നമുക്ക് ഒരു ചെറിയ ഒരു പ്രതിഫലത്തിൽ പങ്കു കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നു. ഒന്ന് രണ്ട് സഹോദരിമാര് നമ്മൾ വളരെ കാര്യമായി പറഞ്ഞ വിഷയമാണെങ്കിലും ഞാൻ സ്ഥിരം ക്ലാസ് കേൾക്കുന്ന ഒരു സഹോദരിയാണ്. അങ്ങനെ മയ്യത്തുമായി ബന്ധപ്പെട്ട ക്ലാസുകളൊക്കെയും ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള പല സഹോദരിമാർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ചിലവരൊക്കെ ചിലത് അംഗീകരിച്ചിട്ടില്ല, ചിലവരൊക്കെ അത് ഫുള്ളായി അംഗീകരിച്ചവരുണ്ട്. അപ്പൊ ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, അംഗീകരിക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചു. അവർക്ക് അംഗീകരിക്കാത്തത് ചിലതാണ്. അത് ആ സഹോദരി പറഞ്ഞു, ഉസ്താദ് ഒന്നുകൂടി അത് വ്യക്തമായി ഒന്ന് പറയണം. ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. അതായത് ഹൈലുള്ള അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന സഹോദരിമാർക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റും എന്ന മസ്അല പല സഹോദരിമാരും അംഗീകരിക്കുന്നില്ല. ഇതൊന്നും ഞങ്ങൾ ഇതുവരെ കേൾക്കാത്തതാണ്, ഞങ്ങളെ നാട്ടിലൊന്നും അങ്ങനെ ഒരു പതിവില്ല എന്നൊക്കെയും പറഞ്ഞ് അതിനെ എതിർത്തവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞോളി. കാരണം ബിലാ കറാഹത്തിൻ എന്നാണ് ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ മിൻഹാജ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത് ബിലാ കറാഹത്തിനാണ്. കറാഹത്ത് പോലുമില്ല. അത് ഒരു അശുദ്ധിയുള്ള പെണ്ണ് അല്ലെങ്കിൽ അശുദ്ധിക്കാരനായ വ്യക്തി സംഭവിക്കാം. ഒരാൾക്ക് ജനാബത്തുണ്ടായി, അങ്ങനെയൊന്നും ഇപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, സാദൃശികമായി സംഭവിക്കാം. ഒരു മഹല്ലത്തിൽ കുളിപ്പിക്കാൻ അറിയുന്ന സഹോദരി അശുദ്ധിക്കാരത്തിയാണ്, ഹൈലുള്ള പെണ്ണാണ്. ഇനി വേറെ ആൾക്കുത് അറിയില്ല. അങ്ങനൊക്കെ എത്രയോ മഹല്ലുകൾ നമ്മുടെ കേരളത്തിലില്ലേ.
അപ്പൊ പുറത്തു പോയിട്ട് സ്ത്രീകളെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, കാരണം ആ സഹോദരി എന്നോട് പറഞ്ഞത് അതൊന്നും ചില പെണ്ണുങ്ങൾ അംഗീകരിക്കുന്നില്ല ഉസ്താദെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇഞ്ഞും പറയും, ഇഞ്ഞും നല്ലോണം പറഞ്ഞോളി, ഇന്ന കിതാബിൽ ഉണ്ട് അത് പറഞ്ഞോളി. അപ്പൊ കുറെ കേൾക്കുമ്പോ 10 ആളെ ഇളക്കിയ 10,000 മൂലി ഇളകുന്നല്ലേ കാരണന്മാരുടെ ചൊല്ല്. അപ്പൊ കുറെ പറയുമ്പോ പോലെ മനസ്സിന് മാറ്റം വരും. അപ്പൊ ഞാൻ പറയുന്നത് റേഡിയോ ശ്രോതാക്കളെ കൊണ്ടുള്ള ഉപകാരമാണ് ഞാൻ പറയുന്നത്. അവരിപ്പോ ചിലപ്പം നമ്മളെ ക്ലാസ് റൂമിന്റെ ചെലവിലേക്ക് 10 ഉറുപ്പിക തരുന്നുണ്ടാവൂല, അല്ലെങ്കിൽ പൂവ് വിടുന്നില്ല, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുന്നില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മളെ ക്ലാസുകൾ കേട്ട് പലവരിലേക്കും എത്തിച്ചു കൊടുക്കുന്ന സഹോദരിമാര്, സഹോദരന്മാര്, അല്ലാഹു തആല അതൊക്കെയും നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്ത്, കൂട്ടത്തിലൊരു വ്യക്തി വേങ്ങര ഭാഗത്ത് നിന്ന് നമ്മുടെ ഒരു റേഡിയോ ശ്രോതാവും ക്ലാസ് റൂമിന്റെ ഒരു മുഹിബുമായ വ്യക്തി എനിക്ക് വിളിച്ചു പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ ഒരു അയൽവാസിയായ ഒരു ഉസ്താദ് സാമ്പത്തികമായിട്ടൊന്നും ഒരു പ്രയാസമില്ല, അതൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ മകളുടെ കല്യാണം ശരിയാവാത്തതിന്റെ പേരിൽ വളരെ വിഷമത്തിലാണ്. കാരണം നല്ല ഇസ്ലാമികമായ കുടുംബമാണ്, അതുപോലെ തന്നെ ഒരു സാമ്പത്തികമായ ഞെരുക്കങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കല്യാണം ശരിയാവുന്നില്ല. ഓരോരുത്തർ വരും, കാണും, പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. എന്നാൽ കണ്ടാൽ ഒരു കുഴപ്പം കുട്ടിക്കില്ലേനും, എന്തോന്നറിയില്ല, അള്ളാഹുവിന്റെ വിധി എത്തിയിട്ടുണ്ടായിരിക്കില്ല ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ എന്ന് നമുക്ക് പറഞ്ഞ് സമാധാനിക്കാം. ഏതായിരുന്നാലും അദ്ദേഹം കുട്ടിയുടെ പിതാവ് വിളിച്ചതല്ല, ആ കുട്ടിയുടെ ഒരു അയൽവാസി, നമ്മുടെ ക്ലാസ് റൂമിന്റെ ഒരു മുഹിബായ വ്യക്തി ആ ഒരു വിഷമം കണ്ട്, തന്റെ അയൽവാസിയായ ആ പെൺകുട്ടിയുടെ ആ ഒരു മാനസികമായ വിഷമം കണ്ട്, ആ കുടുംബത്തിലെ അവസ്ഥ കണ്ട് വിളിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞതാണ്. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ഒരു ഖൈറായ പുരുഷനെ ആ കുട്ടിയിലേക്ക് അടുപ്പിച്ച് നല്ല നിലയിൽ ആ നിക്കാഹ് ചെയ്ത് സ്വാലിഹീങ്ങളായ സന്താനങ്ങളുണ്ടായ വിവരം നമ്മുടെ ക്ലാസ് റൂമിൽ ലഭിക്കാൻ അള്ളാഹു അവസരം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സൈൻ ദുർക്കരിപ്പൂർ എപ്പോഴും ക്ലാസ് റൂമിനെ സജീവമാക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവും കൂടി ഇപ്പോൾ അല്പസമയത്തിനു ശേഷം മംഗലാപുരത്ത് നിന്ന് കേറുകയാണ്. അദ്ദേഹത്തെ നമ്മുടെ സൈൻ ദുർക്കരിപ്പൂരിന്റെ പിതാവ് വിളിച്ച്, കാരണം കുറെ കാലമായി കല്യാണം കഴിഞ്ഞിട്ട് അവര് ഗൾഫിൽ ഒപ്പം ജീവിക്കുന്നു, പക്ഷെ അള്ളാഹുവിന്റെ വിധി വേണ്ടേ, അള്ളാഹു സ്വാലിഹായ സന്താനങ്ങൾ അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പേര് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ കുസുമം എന്ന ഐഡിയയിലുള്ള സഹോദരി വളരെയധികം, കാരണം പറയത്തക്ക രോഗത്തിന്റെ കാരണങ്ങളൊന്നുമില്ലെങ്കിലും ശരീരത്തിലുള്ള ചില വേദനയും വിഷമവും കാരണം ഡോക്ടർമാര് പലവരും പല അഭിപ്രായങ്ങളൊക്കെയും പറയുന്നുണ്ട്. അള്ളാഹു വലിയവനാണ്, അള്ളാഹുവാണ് രോഗം തരുന്നത്, അത് ശിഫയാക്കുവാനും കഴിവുള്ളവൻ അള്ളാഹുവാണ്. അങ്ങനെ വിഷമങ്ങളൊക്കെ സഹിക്കുന്ന ഈ ക്ലാസ് റൂമിന് വേണ്ടി എല്ലാ സമയത്തും ഉറക്കമൊഴിച്ച് ഐഡിയയിട്ട് സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തആല റാഹത്തും സന്തോഷവുമുള്ള ജീവിതം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ബാബു ഉസ്താദിന്റെ ഒരു മകള് വിവാഹപ്രായമായി ഇരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കൊണ്ട് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ. അള്ളാഹു നല്ലൊരു സാലിഹായ പുതിയ നല്ല ഭാഗ്യവാനാണ് ബാബു ഉസ്താദ്. കാരണം 2 കല്യാണം കഴിഞ്ഞു, 2ഉം ഫാളിലികളാ. അൽഹംദുലില്ലാ, എനിക്കെന്നൊരു സന്തോഷം തോന്നിയത്. മൂത്ത മരുവനും ഫാളിലി, ഇപ്പൊ കല്യാണം കഴിഞ്ഞ മരുവനും ഫാളിലി, ഒക്കെ കോട്ടൂർ ഉസ്താദിന്റെ ശിഷ്യന്മാര്, ഒക്കെ നമ്മുടെ സംഘാടകര്, ആ കുടുംബവും നമ്മുടെ സംഘാടകരാ. അതൊക്കെ വലിയൊരു ഭാഗ്യാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ മരുമകന്റെ വാപ്പയും ഞാനും ഒരു സ്ഥലത്ത്, ഞാൻ ഓതുന്ന കാലത്ത് അദ്ദേഹം അവിടെ മദ്രസയിൽ ജോലി സദറായിരുന്നു. സുന്നി ബോർഡിലല്ലാതെ ജോലി ചെയ്യൂലാണ്, മരിക്കുന്നത് വരെ കൈക്കോത്ത് കളക്കേണ്ടി വന്നാലും അദ്ദേഹം, ബാബുസ്താദിന്റെ കേൾക്കുന്നുണ്ടാവും, ബാബുസ്താദിന്റെ 2ാമത്തെ മരുവന്റെ വാപ്പ, ഞങ്ങൾ വലിയ ബന്ധാണ്. കൈക്കോത്ത് കളക്കേണ്ടി വന്നാലും സുന്നി ബോർഡിന്റെ മദ്രസയിലല്ലാതെ ജോലി ചെയ്യൂല. അത്രയും നല്ലൊരു ആവേശം നമ്മുടെ നേതൃത്വത്തിനോട്, നമ്മുടെ പ്രസ്ഥാനത്തിനോട്. അള്ളാഹു വലിയ ഭാഗ്യാണ്. അള്ളാഹു അതേ രൂപത്തിൽ ബാബുസ്താദിന്റെ നമ്മുടെ എല്ലാവരുടെ പെങ്ങന്മാർക്കും പെൺകുട്ടികൾക്കും ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ദീനിയായ നിലയ്ക്ക് ചിന്തിക്കുന്ന കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ അള്ളാഹു എല്ലാ മാതാപിതാക്കന്മാർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അള്ളാഹ് എല്ലാവരെയും ഞാൻ ആമുഖമായി ഒരു കാര്യം ഉണർത്തുകയാണ്.
ഞാൻ നമ്മുടെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുന്നത്തായ പല കാര്യങ്ങളും പല വിഷയത്തിലും പറയാനുണ്ട്. ഞാൻ ആദ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് നിർബന്ധമായ പല കാര്യങ്ങളിലും നമുക്ക് അബദ്ധങ്ങൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെയും തിരുത്തി കഴിഞ്ഞ് നമുക്കതിൻ്റെതായ ഒരുപാട് സുന്നത്തുകൾ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട ഖബറടക്കുമ്പോഴും മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും അതുപോലെ തന്നെ മരണാനന്തരമുള്ള ഒരുപാട് സുന്നത്തുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തെ പിടികൂടിയ തെറ്റായ ധാരണകൾ അത് തിരുത്തലാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം നിർബന്ധത്തിൽ വീഴ്ച വന്നാൽ നമ്മൾ കുറ്റക്കാരാവും. സുന്നത്ത് ചെയ്യണ്ടാനല്ല, സുന്നത്ത് എല്ലാ സുന്നത്തും കൂടി നമുക്ക് ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മൾ നിർബന്ധത്തിൽ വരുന്ന വീഴ്ചയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നമ്മുടെ രണ്ടത്താണി 444 എന്നൊരു ഐഡിയയിലുള്ള ഒരു സുഹൃത്തുണ്ട്. നോക്കി നിങ്ങൾ ഓരോ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ. ഞാനിപ്പോ 1-2 ആഴ്ച മുന്നേ അവിടെ ഒരു ക്ലാസ്സിന് പോയി. എന്നും സ്ഥിരം മാസത്തിൽ ഒരിക്കൽ ക്ലാസ്സിന് പോകുന്നുണ്ട്. പക്ഷെ റമദാനിന്റെ ശേഷമുള്ള ക്ലാസ് ആയതുകൊണ്ട് ഹജ്ജിനെ കുറിച്ചും ഉംറയുടെ ബാധ്യതയെക്കുറിച്ചും പറഞ്ഞു. അൽഹംദുലില്ലാ ഒരുപാട് വയസ്സന്മാര് ഒരുപാട് സഹോദരിമാരുണ്ടായിരുന്നു. ആ രണ്ടത്താണി 444 എന്ന ഐഡിയയിലുള്ള സുഹൃത്ത് എനിക്ക് PM അയച്ചു. ഉസ്താദെ, ഞങ്ങളെ നാട്ടിൽ എല്ലാവരും അങ്കിലാപ്പിലാണ്. കാരണം ഒരു ഉമ്മയെങ്കിലും എങ്ങനെങ്കിലും ചെയ്യണം എന്നൊരവസ്ഥയിലേക്ക് ഞങ്ങളെ നാട്ടിലെ കുറെ ജനങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനു കാരണം ഉസ്താദിന്റെ ആ കഴിഞ്ഞ ക്ലാസ് ആണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ചിലപ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. നോക്കൂ നിങ്ങൾ, നമ്മൾ പറയാത്തതിന്റെ കുഴപ്പമാണ്. പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കും. പക്ഷെ നമുക്കിതൊന്നും പറയാൻ നേരമില്ല, നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല. ഏതായിരുന്നാലും എന്റെ ക്ലാസ് റൂമിലുള്ള മുഴുവൻ ശ്രോതാക്കളോടും ഇതിന്റെ ഇടയിലൊക്കെ ഒരുപാട് സുന്നത്തും വിഷയങ്ങളും വരുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യമായ സുന്നത്തുകളൊക്കെയും വരും. പക്ഷെ ചില കാര്യങ്ങളുടെ ഗൗരവം പറയുമ്പോൾ അത് സാധാരണക്കാർ ഉൾക്കൊള്ളാൻ ചിലപ്പം അല്പം വിശദീകരണം കൂടിയേക്കാം. ആ വിശദീകരണമൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് ഹൈറായി വരുന്നത്. ഒരു മസ്അല അത് സുന്നത്താണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത് ഒറ്റവാക്കിൽ പറഞ്ഞു പോകുമ്പോ പല സാധാരണക്കാരും അത് ഉൾക്കൊള്ളുന്നില്ല. ഓരോന്നും അതിന്റെ മറ്റു വശങ്ങളിലേക്കൊക്കെയും ഇറങ്ങിച്ചെന്ന് പറയുമ്പോ പടച്ചവനെ ഇത്തരം ഗൗരവമുള്ളൊരു വിഷയമാണല്ലോ ഞങ്ങൾ ചെയ്യാതിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവുക. അപ്പൊ അതുകൊണ്ട് എന്റെ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. അവരൊക്കെയും സാധുവായി എന്നോട് സഹകരിക്കണം, സാധാരണക്കാരെ പരിഗണിച്ചുകൊണ്ട് എന്ന് ഞാൻ വളരെ വ്യക്തമായ ഭാഷയിൽ ആമുഖമായി ഉണർത്തുകയാണ്. കാരണം എന്നെപ്പറ്റിയൊരു പരാതി ഉണ്ട് എന്ന് എനിക്കറിയാം. എനിക്ക് ആ പരാതി വിഷയമല്ല. ഞാൻ അങ്ങനെ ശ്രോതാക്കളുടെ എല്ലാ പരാതിയും പരിഗണിച്ച് ഞാൻ ക്ലാസ് എടുക്കാറില്ല. എന്നെപ്പറ്റി പരാതി, ചില കാര്യങ്ങൾ പറഞ്ഞത് വീണ്ടും പറയുന്നുണ്ട്, ചിലത് വിശദീകരണം കൂടിപ്പോകുന്നുണ്ട്. അങ്ങനെ പരാതിയൊക്കെ എല്ലാവർക്കും ഉണ്ടായേക്കാം. പക്ഷേ ഞാൻ ഒരു മെത്തേഡ്, ഞാൻ ഈ പറയുന്ന വിഷയത്തിലേക്ക് സാധാരണക്കാർ ഇറങ്ങി വരണം. അവരുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ തോന്നണം. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഇനി അത് ഞങ്ങൾ ചെയ്യില്ല എന്നൊരവസ്ഥയിലേക്ക് സാധാരണക്കാർ എത്തിക്കുക. അതാണ് എന്റെ ഒരു ക്ലാസിന്റെ ലക്ഷ്യം. അത് ആവർത്തനം കൂടിയേക്കാം, വിശദീകരണം കൂടിയേക്കാം. ഈ ശൈലി പറ്റാത്തവർക്ക് തൽക്കാലം എന്നെ പുറത്താക്കാം, അതല്ലെങ്കിൽ തൽക്കാലം ഓഫാക്കാം. അതിനൊന്നും എനിക്ക് വിരോധമില്ല. കാരണം ഞാനൊന്നും പരാതി അടിസ്ഥാനത്തിൽ ആ പരാതി അത് തീർക്കാൻ എല്ലാവരുടെ പരാതിയും, ബുദ്ധിയുള്ളവരുടെ പരാതിയും ബുദ്ധിയില്ലാത്തവരുടെ പരാതിയൊന്നും പരിഗണിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൺലൈനിലാണ്, ഒരു ബുദ്ധിയുള്ളവരുടെ മുമ്പിലല്ല, അല്ലെങ്കിൽ കുറെ കിതാബ് ഓതി പഠിക്കുന്നവരുടെ മുമ്പിലല്ല. പ്രത്യേകിച്ച് സ്ഥിരം ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ വെക്കുക. ഒരു നാട്ടിലൊരു മദ്രസ ഏരിയയിൽ ക്ലാസ് ആണെങ്കിൽ അതാ എന്നും വരുന്നോലായിരിക്കും വരിക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആവർത്തനം വരുന്നുണ്ട് എന്ന് പറയുന്നവരോടാ ഞാൻ, ഇത് ഓൺലൈനിലെ ക്ലാസ്സാ. ഇന്നുള്ളവരല്ല നാളുള്ളത്, നാലും മറ്റന്നാളുള്ളവരല്ല അതിന്റെ പിറ്റേ ദിവസം. ചിലപ്പോൾ രാവിലെ പറയുന്നവരല്ല ഉച്ചക്ക് പറയുന്നവരല്ല രാവിലെ. പക്ഷേ നിർബന്ധമായ തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ എല്ലാവരുടെ കൽബിലേക്കും എത്തിക്കാൻ വേണ്ടി ചിലപ്പം പുതിയ ശ്രോതാക്കളായി കടന്നു വരുന്നവർ അവർ ഇതുവരെ
ധരിച്ചു വെച്ച മസ്അലകൾക്ക് എതിരായി ഒരു മസ്അല യാദൃശികമായി അവർ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇഷ്കാല് വരും. അപ്പൊ അവരുടെ ഇഷ്കാല് തീർത്തു കൊടുക്കുമ്പോ അത് അവരുടെ കുടുംബത്തിൽക്ക് ഉപകരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സ്ഥിരം ശ്രോതാക്കളോട് പറയുന്നത്, ആഴ്ചയിൽ ഇങ്ങനെ മദ്രസ ഏരിയയിൽ നടക്കുന്ന ക്ലാസ് ആകുമ്പോ പിന്നെ അത് ആവർത്തിക്കണ്ട. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ. പക്ഷെ ഓൺലൈൻ ക്ലാസ് ആകുമ്പോ വീണ്ടും വീണ്ടും പുതിയ പുതിയ ശ്രോതാക്കൾ നമുക്ക് കടന്നു വരികയാണ്. ഓരോ വിഷയത്തിൽ നിങ്ങൾക്കറിയോ, എന്റെ കാഴ്ചയിൽ ഈ വിശുദ്ധമായ റമളാനായി 100 ചില്ലാൻ റേഡിയോ ശ്രോതാക്കളെ സാധുവായ എന്റെ ഒരു മഹബത്ത് കാരണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ചില സ്ഥലങ്ങളിൽ ചെന്ന് ക്ലാസ്സുകൾ എടുക്കുമ്പോ നമ്മൾ ഇത് മാസത്തിലൊരിക്കലൊരു ക്ലാസ്സാണ്, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ക്ലാസ്സാണ്. എല്ലാം വിശദീകരിച്ച് പറയാൻ നിന്നാൽ നമ്മൾ എവിടെ എത്തൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ വിശദമായി കേൾക്കണം. നമ്മുടെ KMS റേഡിയോ നിങ്ങൾ മൊബൈലിൽ ഒന്ന് സെറ്റാക്കിയാൽ മതി. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളുടെ വിശദീകരണം രാവിലെ എന്നും, ചില ദിവസങ്ങളൊക്കെ എങ്ങോട്ടും പോവാണ്ടാവും, ചിലപ്പം റേഞ്ച് കിട്ടൂല, ചിലപ്പം റീചാർജ് ചെയ്യാൻ കൂടിയിലാന്ന് വരും, അതെനിക്ക് മുടങ്ങിന് വരും. മുടങ്ങിയാലും മിക്ക ദിവസവും ആ സമയത്ത് ചിലപ്പം സാധുവായി എന്റെ റെക്കോർഡ് തന്നെയാണ് വെക്കാറുള്ളത്. നിങ്ങൾക്ക് സുഖമായി കേൾക്കാം. അങ്ങനെ പറഞ്ഞ് എത്രയോ ശ്രോതാക്കൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയങ്ങളൊന്നും കേൾക്കാത്തവരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇപ്പൊ ആവർത്തനം, ഇപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ ആവർത്തനം, അതൊക്കറിയാം. അപ്പൊ ഇതൊക്കെ പുതിയ പുതിയ ശ്രോതാക്കളെ ഉണ്ടാക്കിയെടുക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം നാലാഖിറത്തിലേക്ക് അല്ലാഹു ഉപകാരം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നു, നിങ്ങളൊക്കെയും ഇങ്ങനെ പ്രവർത്തിക്കുന്ന പലവരുമുണ്ട്. ഇനിയും അവർ കൂടുതൽ പ്രവർത്തിക്കാൻ ഉന്മേഷവും ഊർജവും ആവേശവും ഉണ്ടാവാനാണ് സാധുവായ എന്റെ വകയായി ഞാൻ വീണ്ടും ഉണർത്തിയത്. ഏതായിരുന്നാലും ഞാൻ ആ ചോദ്യം ചോദിച്ച, അല്ലെങ്കിൽ ഈ റെക്കോർഡൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സഹോദരി എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇനി പുതിയ വല്ല ശ്രോതാക്കളും കടന്നു വന്നവരിൽ അത്തരം സംശയങ്ങളുണ്ടെങ്കിൽ അവരോടൊക്കെയും പറയുന്നു, തെറ്റായ ധാരണയാണ് നാം ആദ്യം തിരുത്തേണ്ടത്, നിർബന്ധമായ ബാധ്യതകളിലേക്കാണ് നാം ആദ്യം കടന്നു വരേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ മയ്യത്ത് കുളിപ്പിച്ചു. അവരെ 1-2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഒരു സാന്ദർഭികമായ ചോദ്യങ്ങളാണ്. ഉസ്താദേ, ഒരാൾ മുങ്ങി മരിച്ചാൽ കുളിപ്പിക്കണോ? അതൊന്ന് പറയാൻ. ഞാൻ മയ്യത്ത് മറ്റു നാട്ടിലേക്ക് കൊണ്ടുപോവലും ഖബറടക്കുമ്പോൾ ഇനിയും ശ്രദ്ധിക്കേണ്ട ഗൗരവമേറിയ ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോയ വിഷയവുമായി ബന്ധമുണ്ടായതുകൊണ്ട്, കാരണം ഇപ്പോൾ നമ്മൾ അടുത്ത് മുസ്തഫ ആലൂരിൽ നിന്ന് ഒരാൾ PM അയച്ച ചോദ്യമാണ്. കാരണം അത് സാധാരണക്കാരുടെ സംശയം. ഒരാളും മരിക്കുന്നു മുൻകൂട്ടി അറിഞ്ഞു, അങ്ങനെ ഒരു സന്ദർഭം ഓനക്ക് കിട്ടി. അപ്പോ എന്ത് ചെയ്തു, നിയ്യത്തും വെച്ചിങ്ങാണ്ട്, അല്ലെങ്കിൽ ഓൻ മരിക്കാനുള്ള ആ കുലിയും വെച്ചിങ്ങാണ്ട് കുളിച്ചാല് പിന്നെ കുളിപ്പിക്കണം. അതുപോലെ തന്നെ ഒരാൾ മുങ്ങി മരിച്ച് എന്ത് ചെയ്യാ, നല്ല ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇത് കാലോചിതമായി എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞു പോയ മഴ അധികരിച്ച സമയങ്ങളിലൊക്കെയും എത്രയോ മുങ്ങി മരണങ്ങൾ. നമ്മുടെ കാശ്മീരിലെ പ്രശ്നങ്ങളൊക്കെ, ജമ്മുവിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയില്ലേ? വെള്ളപ്പൊക്കം കാരണം എത്രയോ കുടുംബങ്ങൾ ആകെ വിഷമത്തിലും ദുരിതത്തിലുമാണ്. അവർക്കുള്ള സഹായത്തിന്റെ ഭാഗമായി നാളെ എല്ലാ വെള്ളിയാഴ്ചയും ജുമാഅത്ത് പള്ളികളിൽ വെച്ച് SYSന്റെ വക പ്രത്യേകമായ സഹായങ്ങൾ സ്വരൂപിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ സ്റ്റേറ്റ് നേതൃത്വം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മഹാനായ കാന്തപുരം ഉസ്താദും ഷെയ്ഖുന പൊന്മല ഉസ്താദിന്റെയൊക്കെയും പ്രസ്താവന ഇന്നത്തെ സ്രാജ് നോക്കിയാൽ കാണാം. അതുകൊണ്ട് എന്റെ ഗൾഫ് പ്രവാസികളായ സുഹൃത്തുക്കളൊക്കെയും ആ ഒരു സഹായം അവരിലേക്ക് എത്തിക്കണം. ഞാൻ പറയുന്നത് അങ്ങനെ വെള്ളപ്പൊക്കത്തിലൊക്കെയും മരിക്കുക, മയ്യത്ത് നമ്മുടെ കയ്യിൽ കിട്ടാതിരിക്കുക. ഏതായിരുന്നാലും ഒരു 3 ചോദ്യം കുലിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കി പറയാം. വിശദീകരണം വേണ്ടവർ വീണ്ടും മനസ്സിലാവാത്തവരൊക്കെ ചോദിക്കണം. അപ്പൊ ഒരു വ്യക്തി വള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന് വെക്കുക, എന്നാൽ ഞാൻ മയ്യത്തിനെ കുളിപ്പിക്കണം, അത് നിർബന്ധ. 1-2 ആളുകൾ പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ സ്ഥാനം, ഏതായാലും വള്ളത്തിൽ മുങ്ങി മരിച്ചതല്ലേ. പക്ഷെ അതല്ല, വലൗ ഗരീഖൻ, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ എല്ലാം വിശദീകരിക്കുന്നു, വെള്ളത്തിൽ മുങ്ങി മരിച്ചവനാണ്. ഇനി അവിടെ തന്നെ ഒരു മസ്അല ഉണ്ട്, അതൊന്നും ഇപ്പൊ നമ്മൾ കാണാൻ സാധ്യതയില്ല. അഥവാ മലായിക്കത്തീങ്ങൾ കുളിപ്പിക്കുന്നത് കണ്ടു, എന്നാലും നമ്മൾ കുളിപ്പിക്കണം, എന്നാലും നമ്മൾ എന്ത് വേണം, കുളിപ്പിക്കണം എന്നാണ് മസ്അല. അപ്പൊ അവിടെ ഒരു മസ്അല വേണമെങ്കിൽ പറയട്ടോ.
കാരണം നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ അഫ്ളലായ രൂപങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. നിർബന്ധത്തിലുള്ളൂ ശരീരം മാസകലം വള്ളം എത്തുന്ന രൂപത്തിൽ വള്ളമൊഴിക്കുക. അപ്പൊ ആ മയ്യത്തിനെ പുഴയിൽ നിന്ന് കിട്ടിയപ്പോ വെറുതെ ഒന്ന് മുക്കിയെടുത്തു മതി. നെയ്യത്ത് നിർബന്ധമില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മയ്യത്ത് വള്ളത്തിൽ മുങ്ങി മരിച്ചു, 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് മയ്യത്തിനെ വള്ളത്തിന് പൊക്കി വീണ്ടും ഒരു മുക്കലും പാലാണ് മുക്കി. ആ മുക്കലോടുകൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ആയിന്ന് വെക്കുക. ഇനി ആ മയ്യത്തിനൊന്നും ചെയ്യണ്ട. അഫ്ളലായ രൂപം ചിലപ്പോ അങ്ങനെ ചെയ്യേണ്ടി വരും. ആകെ വിഷമിക്കും. ആ വെള്ളത്തിലൊന്നത് മുക്കി നിർത്താൻ മതി. മയ്യത്ത് വെള്ളത്തിന് പൊന്തിച്ചതിന്റെ ശേഷം മയ്യത്തിനത് എവിടെങ്കിലും കുരുങ്ങി നിന്നിട്ട് പൊന്തിക്കുമല്ലോ, ഒന്നും കൂടി ആ മുക്കിയാൽ മതി. ആ മുക്കലിൽ വെള്ളം ചേരേണ്ട എല്ലാ ഭാഗത്തേക്കും വെള്ളം ആയിട്ടുണ്ടെങ്കിൽ മതി, അത്ര ആവശ്യമല്ലോ. അപ്പൊ മുങ്ങി മരിച്ചാലും മയ്യത്തിനെ നമ്മൾ കുളിപ്പിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ മറ്റൊരു ചോദ്യം ഇവിടെ വന്നത്, ഇന്ന് സാധാരണ അത് ഈ 1-2 കടപ്പുറം ഏരിയയുമായി ബന്ധപ്പെട്ട ചില നമ്മുടെ മീൻ പൊരുത്തക്കാരുടെ ഭാഗത്തു നിന്ന് വന്നൊരു ചോദ്യമാണ്. ചിലപ്പോ അങ്ങനെ സംഭവിക്കും. ഇപ്പൊ നമ്മൾ മീൻ പൊരിക്കാൻ പോകുമ്പോ അള്ളാഹു നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരുപാട് പ്രവർത്തകർ പരപ്പനങ്ങാടി, താനൂര് പോലത്തെ കടപ്പുറം ഏരിയകൾക്ക് ചെന്നോക്കൊണ്ട് SSF കൊടി കെട്ടിയിട്ടും SYS കൊടി കെട്ടിയിട്ടൊക്കെയും ബോട്ട് പുറപ്പെടുന്നതും മീൻ പൊരിക്കാൻ വേണ്ടി തോണി പുറപ്പെടുന്നതും വഞ്ചി പുറപ്പെടുന്നതൊക്കെയും കാണാം. ഒരുപാട് SSF പ്രവർത്തകരുടേതായ മീൻ പൊരുത്തക്കാരൊക്കെ നല്ല രസാ. പരപ്പനങ്ങാടി, താനൂര് പോലത്തെ സ്ഥലങ്ങളിലേക്കും ചെന്ന് നോക്കിയാൽ അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അപ്പൊ അവർക്ക് ഒരു ഭാഗത്തുനിന്നൊരു ചോദ്യം, ഇപ്പൊ ചിലപ്പം മീൻ പൊരിക്കാൻ പോവുകയാണ്, ചിലപ്പോൾ 4-5 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അവർ തിരിച്ചു വരിക. അങ്ങനെയൊക്കെ മീൻ പൊരുത്തക്കാരുണ്ട്. അങ്ങോട്ട് പുറപ്പെട്ടാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഉൾക്കടൽ ഭാഗത്തേക്ക് പോയി വലിയ വലിയ മത്സ്യങ്ങളുമായിട്ട് തിരിച്ചു വരുന്നവർ, രാവിലെ പോയി വൈകുന്നേരത്തെത്തുന്നവർ, അതുപോലെ തന്നെ കപ്പലിൽ യാത്ര ചെയ്യുന്നവർ. ഇന്ന് നമുക്ക് ആ മസ്അലയുടെ ഒരു ആവശ്യം തോന്നുന്നില്ല. കാരണം എന്താണ്, ഇന്ന് നമ്മൾ ഹജ്ജിന് പോവുകയാണെങ്കിലും വിദേശത്തേക്ക് പോകുകയാണെങ്കിലും ഉംറക്ക് പോകുകയാണെങ്കിലൊക്കെയും ഫ്ലൈറ്റിലുള്ള യാത്രയാണ്. അത് ഏറിക്കഴിഞ്ഞാൽ 4 അമേരിക്കയെ പോവുകയാണ്, അതല്ലെങ്കിൽ സൗദിയെ പോവുകയാണ്. 4-5 മണിക്കൂർ കൊണ്ട് സംഗതി വിചാരിച്ച സ്ഥലത്തെത്തും. പക്ഷെ കപ്പൽ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ പഴയ കാലത്ത്, നമ്മളിപ്പോ അടുത്ത കാലത്താണല്ലോ സംവിധാനക്കും പൊതുവിലതില്ലാതായത്. ഇപ്പോഴും കപ്പൽ വഴിക്ക് ഹജ്ജിന് പോകുന്നവരുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ ഈലാഹ് എന്ന ഹജ്ജിന്റെ മസ്അല വിശദീകരിക്കുന്ന കിതാബുകളിൽ ഈ ഹജ്ജിന് പുറപ്പെടുമ്പോൾ, കൂട്ടമായി പുറപ്പെടുമ്പോ ആ കൂട്ടത്തിലുള്ളവർക്ക് മയ്യത്ത് പരിപാലനത്തിന്റെ മസ്അല അറിഞ്ഞോളണം എന്നാണ്. അപ്പൊ കപ്പലിലൊക്കെയും ഹജ്ജിന് പോകുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ എത്രയോ തൊഴിലാളികൾ കപ്പലിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കപ്പലിൽ വെച്ചൊരാൾ മരിച്ചാൽ എന്താ കാട്ടുക? കാരണം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. ഇതൊക്കെ അറിയുന്നവരുണ്ടാവും, പക്ഷെ ഒരുപാട് സാധാരണക്കാരൊന്നും അറിയാത്ത മസ്അലകളാണ് അതൊക്കെ. അവിടെ മസ്അല എന്താണ്? നമ്മള് ഈ കപ്പല് കരയിലേക്ക് എത്തുന്നത് വരെ മയ്യത്ത് കബറടക്കാതിരുന്നാൽ മയ്യത്ത് വാസനിക്കും. ഇന്ന് ചിലപ്പം പ്രത്യേക സംവിധാനങ്ങളൊക്കെ കപ്പലിൽ ഉണ്ടായേക്കാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. എല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ അതൊക്കെ ആവശ്യമായി വരുന്ന മസ്അലകൾ തന്നെയാണ്. അഥവാ അങ്ങനെ കപ്പലിൽ വെച്ചൊരാൾ മരിക്കാണ്, ചിലപ്പോ എന്താവൂല, പെട്ടെന്ന് കപ്പൽ തിരിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ മയ്യത്ത് സൂക്ഷിക്കാൻ ഫീസറുകളൊക്കെയും ചിലപ്പം കപ്പലിലുണ്ടായേക്കാം. അവിടെ ഫീസറിലൊന്നും പാത്തു വെക്കേണ്ട ആവശ്യമില്ല. നല്ല ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധിക്കുക. കപ്പലിൽ പോകുകയാണ്, കപ്പല് കരയിൽ നിന്ന് പോയി, ഇനി എത്രയോ ദിവസം, 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ കപ്പല് തിരിക്കുകയാണെങ്കിൽ കരയിലേക്ക് എത്തുകയുള്ളൂ. അതല്ലെങ്കിൽ കപ്പല് പോവാൻ ഉദ്ദേശിച്ച തുറമുഖത്തേക്ക് ഇനിയും 3 ദിവസം കഴിയണം. കപ്പലിലാണ് ഫീസർ ഉണ്ട് എന്ന് വെക്കുക. കപ്പലിൽ അങ്ങനെ ഒരു സൗകര്യം, കപ്പലിൽ നിന്ന് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ മയ്യത്ത് സൂക്ഷിക്കാനുള്ള ഫീസർ കപ്പലിൽ ഉണ്ട് എന്ന് വെക്കുക. പക്ഷെ ആ ഫീസറിൽ സൂക്ഷിക്കുന്നല്ല അവിടെ വേണ്ടത്. ഞങ്ങൾ ചെയ്താൽ അതിന്റെ വിധി വേറെ. അവിടെ വിധി എന്താ?
ആ വ്യക്തിയെ കുളിപ്പിക്കണം. കുളിപ്പിക്കാൻ സൗകര്യം ഉണ്ടാവില്ല കപ്പലിൽ, നല്ല വാഹത്തുള്ള വള്ളം കിട്ടും. കാരണം കപ്പലിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ അയച്ചിട്ടിഞ്ഞാരും കപ്പലിൽ വെച്ച് മരിക്കുക, ആ ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കപ്പലിൽ വെച്ച് മരിക്കാൻ ദ്വാരിക്കണ്ട. കാരണം ഉപ്പ് വെള്ളമാവല് സുന്നത്താണെന്നല്ലോ. അസിലിയായി പ്രകൃതിപരമായി ഉപ്പുവെള്ളമാവലാണ് കുളിക്കാൻ സുന്നത്തിനാണ്. ഏതായാലും കപ്പൽ വെച്ച് മരിക്കുകയാണെങ്കിൽ ഉപ്പുവെള്ളം കൊണ്ട് കുളിക്കല്ലോ എന്ന് വിചാരിച്ച് അതിനും ദ്വാരക്കാൻ നിൽക്കണ്ട. പത്ര വലിയ ഗുണമൊന്നുമില്ല, മത്തം പോലെ കിടക്കാൻ കൂടൂല. അപ്പൊ ഏതായാലും കുളിപ്പിക്കാൻ ഏതായാലും നല്ല വെള്ളം കൊണ്ട് തന്നെ, ആ കിതാബിൽ പറഞ്ഞ നല്ല അഫ്ളലായ വെള്ളം തന്നെ കുളിപ്പിക്കാൻ കിട്ടും. അങ്ങനെ കുളിപ്പിച്ചിട്ട് ആ മയ്യത്തിനെ എന്തു വേണം? ഒന്നിരിക്കൽ എന്തു വേണം? 2 പലകന്റെ ഇടയിലായി മയ്യത്തിനെ കെട്ടണം. 2 പലക നീളത്തിലുള്ള 2 പലകന്റെ ഇടയിൽ വെച്ച് മയ്യത്തിനെ കെട്ടുക. ബിസ്മില്ലാഹി, അങ്ങനെ നിസ്കരിക്കണം. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹും പറഞ്ഞൊരൊറ്റ ഒരു കടലിലേക്ക്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനത്തെ മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. കാരണം നമ്മളൊക്കെ എത്രയോ കുടുംബമിത്രാദികളിൽപ്പെട്ടവർ കപ്പലിൽ ഷിപ്പിൽ ജോലി ചെയ്യുന്നവരുണ്ട്. മാസങ്ങളോളക്കും കപ്പലിന്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരിലേക്കും മസ്അല നമ്മൾ എത്തിക്കണ്ടേ? ആ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹും പറഞ്ഞൊരു ഒറ്റ കടലിലേക്ക് ഒന്നിരിക്കൽ. അങ്ങനെ അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? നല്ല കല്ല് കെട്ടിയിട്ട് നേരെ മയ്യത്തിനെ കടലിലേക്ക് ഇടാൻ പറ്റൂല. അപ്പൊ മയ്യത്ത് വെള്ളത്തിൽ മുങ്ങിപ്പൊന്തും, അല്ല പൊന്തി കിടക്കാൻ സാധ്യത ഉണ്ട്. കടലില് കല്ല് പോലത്തത് കെട്ടിയിട്ട് മയ്യത്ത് താഴാൻ പറ്റാവുന്ന രൂപത്തിലാക്കുക. അവരെ സുന്നത്തേതാ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു. 2 പലകന്റെ ഇടയിൽ വെച്ചു മയ്യത്തിനെ കടലിലേക്ക് ഇടലാണോ സുന്നത്ത്, അതല്ല കല്ല് കെട്ടലാണോ സുന്നത്ത്? അവിടെ നല്ലത്, അവിടെ മസ്അല സുന്നത്ത് എന്താണ്? പലകന്റെ ഇടയിൽ വെക്കല. ശ്രദ്ധിക്കണം, പലകന്റെ ഇടയിൽ വെക്കലാണ് നല്ല. കാരണം പലകന്റെ ഇടയിൽ വെച്ച് മയ്യത്തിനെ കടലിലേക്ക് കഴിഞ്ഞാൽ ചിലപ്പം ഇതിങ്ങനെ ഓളം വെത്തി ചിലപ്പം സ്വാഭാവികമായും കരയിലേക്ക് മയ്യത്ത് എത്താൻ സാധ്യതയുണ്ട്. മയ്യത്ത് കരയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല, ഇപ്പൊ നിങ്ങൾ കടലിലേക്ക് നോക്കൂ. കടപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ കാണും കുട്ടികൾ ഓരോ സാധനം കടലിലേക്ക് വലിച്ചെറിയും. എന്ത് നല്ല നല്ല സാധനങ്ങൾ അത് ഈ ഓളം വെത്തുമ്പോ അല്ലെങ്കിൽ തിരമാലകൾ അടിക്കുമ്പോ എന്ത് ചെയ്യും? അതങ്ങനെ അടിച്ചടിച്ച് വീണ്ടും കരയിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനത്തെ കളികൾ കാണാം. അപ്പൊ നമ്മൾ അങ്ങനെ കടലിലേക്ക് എറിഞ്ഞാല് അതങ്ങനെ തിരമാലകളുടെ ഇടയിലൂടെയായി ചിലപ്പം മിക്കവാറും ഈ മയ്യത്ത് കര അണയാൻ സാധ്യതയുണ്ട്. കര അനഞ്ഞാൽ നദിക്ക് കഫൻ ചെയ്ത ഒരു മയ്യത്ത് പലകയുടെ ഇടയിലായിട്ട് കാണുന്ന സമയത്ത് എന്താകും? ആരുതെങ്കിലൊക്കെ മുസ്ലിമീങ്ങളുടെ മുമ്പിലോ ഇനി ഒന്നുമല്ല, ആ മുസ്ലിമീങ്ങളുടെ മുമ്പിൽ തന്നെ കണ്ടാല് ഇതൊരു മുസൽമാന്റെ മയ്യത്താണ്. കാരണം നദിക്ക് പഞ്ഞൊക്കെ വെച്ച് കഫൻ ചെയ്ത രൂപത്തിലുള്ള ഒരു മയ്യത്ത് കിട്ടിയാൽ ആരാണെങ്കിലും പറ്റാവുന്നവരെ വിവരം അറിയിച്ച് നല്ലൊരു മുസ്ലിമീങ്ങളെ ഖബർസ്ഥാനത്തിലേക്ക് അത് എത്തിപ്പോകും. പലകയും പൊങ്ങിക്കിടക്കൂലേ? ആയിക്കോട്ടെ, കടന്നോട്ടെ. ഈ പലകന്റെ മുകളിൽ വെക്കുന്നത് അതിനാണ്. ശ്രദ്ധിക്കണം, പലകന്റെ മുകളിൽ പലകന്റെ ഇടയിൽ വെച്ച് കെട്ടുന്നത് എന്തിനാണ്? ഇത് നേരെ ഇങ്ങനെ തിരമാലകൾ വഴിക്ക് എങ്ങോട്ട് എത്തുകയാണെങ്കിലോ കരയിലേക്ക് എത്തുകയാണെങ്കിൽ മുസ്ലിമീങ്ങളുടെ കയ്യിൽ മയ്യത്ത് കിട്ടിയാൽ ആ മയ്യത്തിനെ ശരിയായ രൂപത്തിൽ ഖബറടക്കാനുള്ള ഒരു സൗകര്യമാണ്. നേരെ മറിച്ച് കല്ലും കെട്ടിയില്ല പലകയും കെട്ടിയില്ല എന്ന് വെക്കുക. അപ്പൊ പിന്നെ മയ്യത്ത് കരയിലേക്ക് അണയാനും സാധ്യതയില്ല, ചിലപ്പം താഴേക്ക് പോകില്ല. ആകെ മയ്യത്തിനെ കൊണ്ടൊരു കലിയാകും. ചിലപ്പം മിക്കവാറും അത് മത്സ്യങ്ങളുടെ മാംസമാവാനാണ് സാധ്യത. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെയും ഇനി അവിടെ തന്നെ അങ്ങനെ കപ്പലിൽ വെച്ച് മരിച്ചാൽ എന്താ ചെയ്യുക? ഞാനൊരു കുലിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഖബറടക്കവുമായി ബന്ധപ്പെട്ട മസ്അല ആയതുകൊണ്ട് ഒരു കാലോചിതമായി എല്ലാ മസ്അലകളും നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ഒരു ചോദ്യം കൂടി അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അങ്ങനെ മുങ്ങി മരിച്ച് ഒരു മയ്യത്ത് ഒരു വ്യക്തി വള്ളത്തിലേക്ക് മുങ്ങി മരിച്ച്, അതും ഇന്ന് കാലോചിതമായ ഒരു മസ്അലയാണ്. എത്രയോ വ്യക്തികൾ വെള്ളത്തിൽ കടലിൽ മുങ്ങി, പുഴയിൽ മുങ്ങി, പിന്നെ ആ മയ്യത്ത് കിട്ടാത്ത എത്രയോ സംഭവങ്ങൾ
ദൈനംദിനം എന്ന് പറഞ്ഞ രൂപത്തില് ചിലപ്പം ശക്തിയായി മഴ പെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം വെള്ളപ്പൊക്കത്തില് ഒരു കുടുംബം, ഒരു ഗ്രാമം പറ്റ ഒലിച്ചുപോയി ഇല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സുനാമിക്ക് നമ്മൾ മറന്നോ? ചില സമയത്തൊക്കെയും കടലിന്റെ വക്കത്ത് താമസിക്കുന്നവരെ കടല് പൊക്കിക്കൊണ്ടുപോവുകയാണ്. ഇപ്പൊ അടുത്ത് 1-2 ദിവസം മുന്നേ ഒരു സുഹൃത്ത് എനിക്കൊരു ക്ലിപ്പ് കാണിച്ചു തന്നു. കടല് ശോഭിക്കുന്ന സമയത്ത് ഒരു വീട് എടുത്ത് കടല് എത്രങ്ങോണം വലിയ, ചുരുങ്ങിയതൊരു 10,500 സ്ക്വയർ ഫീറ്റിൽ വലിപ്പം ഉണ്ടാവും. അങ്ങനത്തെ വലിയ ഒരു വാർപ്പിന്റെ കെട്ടിടം ഏകദേശം കടലിന്റെ വക്കത്താണ്. തിരമാല അടിച്ച് വലിച്ച് പാമ്പ്, ചേര, തവലനെ വിഴുങ്ങുന്ന രൂപത്തിലാ ആ വീട് ഒന്നായിട്ടൊരു തിരമാലയിൽ വന്ന് കടലിലേക്കകത്ത് അത് മുക്കിക്കൊണ്ടുപോയ ഒരു ക്ലിപ്പ്. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എത്രയോ കടപ്പുറം ഭാഗങ്ങളിൽ താമസിക്കുന്നവര് കടല് ശോഭിക്കുന്ന സമയത്ത് കടലെടുത്തു, കാണാത്തായ സംഭവങ്ങളൊക്കെയും. ഞാനിത് 1-2 നമ്മുടെ കടപ്പുറം ഏരിയയിലുള്ള ചില സുഹൃത്തുക്കളുടെ ചോദ്യങ്ങളാണ്. ഒരു സുഹൃത്ത് പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ രാവിലെ ഒരുപാട് ആളുകള്, കാരണം ഈ രാവിലെ 10 മണി 9:30 മണിക്കൊക്കെ ഈ മീൻ പിടിക്കാം, ഉച്ചക്കും മീൻ വരുന്നത് കാത്തെത്തും. അതുപോലെ തന്നെ മീന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന വേണ്ടിയിട്ടൊക്കെയും ആളുകളുണ്ടാവും. ഞങ്ങളൊക്കെയും ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെയും ഞങ്ങളുടെ തോണി ശരിയാക്കുമ്പോ, വല ശരിയാക്കുമ്പോ കടപ്പുറം ഏരിയയിലുള്ള ഈ ടെന്റുകളിൽ ഇരുന്ന് ഞങ്ങൾ കേൾക്കാറുണ്ട്. സാറേ, അങ്ങനെ ഒരാൾ അങ്ങോട്ട് കടലിൽ മുങ്ങി മരിച്ച് ആ മയ്യത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ? അവരുടെ വിധി എന്താ? അവരെ നിസ്കരിക്കാൻ പറ്റുമെന്നാണ് ഇഷ്കാല്. പാടില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളൊരു മയ്യത്ത്, നമുക്കൊരു നിസ്കാരം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു മരണം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അത് പറയുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ കുലിയുടെ ഒരുപാട് തെറ്റുധാരണകൾ നമുക്ക് തീർന്നു കിട്ടും. ഒരാള് കടലിൽ മുങ്ങി മരിച്ചതാ, ശ്രദ്ധിക്കണം. കടലിൽ മുങ്ങി, പിന്നെ അവനെപ്പറ്റി യാതൊരു അഡ്രസ്സും ഇല്ല, അവന്റെ മയ്യത്ത് തിരിച്ചു കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഏതോ വലിയ കായലിൽ മുങ്ങി, ആര് തപ്പിയിട്ടും മയ്യത്ത് കിട്ടിയില്ല. എന്താ മസ്അല എന്നറിയാവത്? ശാഫിഈ മദ്ഹബിൽ പ്രബലമായ മസ്അല, ആ വ്യക്തിയുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. കാരണം എന്താ? നിങ്ങൾക്ക് ഒരുപാട് സാധാരണക്കാര് ചിലപ്പം പറയും, എന്താ ഉസ്താദേ കടലിലെല്ലാം മുങ്ങിക്കിടക്കണ്, ഇനിയിപ്പ എന്താ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അവരെ മയ്യത്ത് കുലിപ്പിച്ചിട്ടില്ല. മയ്യത്ത് കുലിപ്പിക്കേണ്ട മയ്യത്തിനെ കുലിപ്പിച്ചിട്ടില്ലെങ്കിൽ, തയമ്മം ചെയ്തു കൊടുക്കേണ്ട മയ്യത്തിന് തയമ്മം ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ആ മയ്യത്തിന്റെ പേരിൽ നിസ്കാരം സഹീഹല്ല. കാരണം മയ്യത്ത് നിസ്കാരത്തിനു മറ്റു നിസ്കാരങ്ങൾക്കുള്ള 5 ഷർത്തും ബാധക. പുറമെ വേറെ ചില ഷർത്തുകൾ കൂടിയുണ്ട്. ആ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ് മയ്യത്തിന്റെ ശുദ്ധി മുന്തുക. അപ്പൊ കുലിപ്പിക്കേണ്ട മയ്യത്താണെങ്കിൽ കുലിപ്പിക്കണം, കഫൻ ചെയ്യേണ്ട മയ്യത്താണെങ്കിൽ കഫൻ അല്ല തയമ്മം ചെയ്യേണ്ട മയ്യത്താണെങ്കിൽ തയമ്മം ചെയ്തു കൊടുക്കണം. ഇന്നലെ ഞാനൊരു മസ്അല സൂചിപ്പിച്ചു. പുതിയ ശ്രോതാക്കളുണ്ടെങ്കിൽ ഇന്നലത്തെ റെക്കോർഡൊന്ന് കേൾക്കണം. ഇന്നലെയാണാവോ മിഞ്ഞാനാണാവോ എനിക്ക് ഓർമ്മയില്ല. അതായത് മയ്യത്ത് കഫൻ ചെയ്യുന്ന സമയത്ത് മലദോരത്തില് പഞ്ഞു വെക്കുമ്പോ അമിതമാക്കല് ആവശ്യമില്ലെങ്കിൽ കറാഹത്താണ്, ആവശ്യമുണ്ടെങ്കിൽ വാവാം. അതല്ല രക്തോ മൂത്രോ പോലോത്തത് നിൽക്കാത്തതിന്റെ പേരിലാണെങ്കിൽ അത് നിർബന്ധാണ്. അത് നിർബന്ധമായ ആവശ്യത്തിനു വേണ്ടിയിട്ടാണെങ്കിലും ശരി, നിർബന്ധം ഇല്ലാതെയാണെങ്കിലും ശരി, മലദോരത്തിന്റെ ഉള്ളിലേക്ക് കഴുകൽ നിർബന്ധമായ ഭാഗത്തിന്റെ അപ്പുറത്തേക്ക് പഞ്ഞി പ്രവേശിക്കുകയും അതിന്റെ തുമ്പ് പുറത്തേക്ക് തള്ളി നിൽക്കുകയും ചെയ്താൽ വലാ തസിഹു സ്വലാത്തു അലൈഹി, ആ മയ്യത്തിന്റെ മേൽ നിസ്കാരം സഹീഹല്ല എന്ന് ഖല്ലൂബി ഇമാം പറഞ്ഞൊരു മസ്അല ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുലി സഹീഹാവനം. കുലിപ്പിച്ചാൽ മാത്രം പോരാ, നിസ്കരിക്കണമെങ്കിൽ കുലിപ്പിച്ചാൽ മാത്രം പോരാ, ആ കുലിപ്പിക്കുന്ന കുലി സഹീഹാകണം. കഫൻ ചെയ്യുമ്പോൾ നജസുമായുള്ള ബന്ധം മയ്യത്തിന് ഇല്ലാതിരിക്കാൻ ഇത്തരം മസ്അലകളിലൂടെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത്, അപ്പോൾ ഒരു കടലിൽ ഒരാൾ മുങ്ങി മരിച്ചു, ആ മയ്യത്ത് നമുക്കെന്തായില്ല, കിട്ടിയില്ല എങ്കിൽ ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ആ മയ്യത്തിന്റെ മേലിൽ നിസ്കരിക്കാൻ പാടില്ല. എന്തേ കാരണം?
കുളിപ്പിക്കൽ നടന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? സാധാരണക്കാർക്ക്, ഉസ്താദന്മാരോടല്ലാണ്, പല സാധാരണക്കാരും ചിന്തിക്കും, ഉസ്താദെ ആ മയ്യത്ത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കല്ലേ, അല്ലെ? മയ്യത്ത് കുളിപ്പിക്കുമ്പോ നീയത്ത് വേണ്ടാന്ന് ഉസ്താദ് പറഞ്ഞില്ലേ? ഉസ്താദ് പറഞ്ഞില്ലേ? ഞാൻ ഒരു ക്ലാസ് എടുക്കുന്ന ആരായതുകൊണ്ട് ആ ശൈലി ഉപയോഗിച്ചാട്ടോ. എല്ലാ ഫുക്കാക്കളും പറഞ്ഞു മയ്യത്ത് കുലിയിൽ നീയത്ത് നിർബന്ധമില്ല. മയ്യത്താണെങ്കിൽ വെള്ളത്തിലാണ് മുങ്ങിക്കിടക്കുന്നത്, കയ്യിൽ കിട്ടാത്ത പ്രശ്നാണ്. അപ്പൊ അവരൊരു കുലി നടക്കണില്ലേ? ഇല്ല. നിസ്കരിക്കാൻ പാടില്ല. ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം കുളിപ്പിക്കാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല. കാരണം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മയ്യത്താണെങ്കിലും ആ മയ്യത്തിനെ കുളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കാൻ പാടില്ല. ഇതാണ് മസ്അല. നമ്മുടെ കടപ്പുറം ഏരിയയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സുഹൃത്തുക്കളുടെ ചോദ്യമായതുകൊണ്ട് ഇത്തരം മസ്അലകളൊക്കെ ഒന്ന് മുൻകൂട്ടി എന്ന് പറഞ്ഞാല് ഓലതിൽ നിന്ന് കേൾക്കുമ്പോ ഇഞ്ഞു ആ ശ്രോതാക്കൾ കൂടി വരും. അതൊക്കെ ഇപ്പൊ കഥലിന്റെ വക്കത്തൊക്കെ താമസിക്കുന്നതുപോലെ അറിയേണ്ട ഒരുപാട് മസ്അലകളാണ് എന്ന് പറയുമ്പോ ശ്രോതാക്കൾ അധികരിക്കാൻ കാരണമുണ്ട് എന്ന നിലക്കാൻ ഞാനൊരു മസ്അല ഇടയിൽ കയറി പറഞ്ഞത്. ആരും വെറുപ്പൊന്നും വിചാരിക്കരുത്, ഓരോന്നിനോരോ പോയിന്റാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ ഒരു മയ്യത്ത്, ഒരാൾ മരിച്ചു, അതിനെ കുളിപ്പിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മയ്യത്ത് കയ്യിൽ കിട്ടി, പക്ഷെ തയമ്മം ചെയ്തു കൊടുക്കാനും സാധിച്ചില്ല, കുളിപ്പിക്കാനും സാധിച്ചില്ല, തയമ്മം ചെയ്തു കൊടുക്കാനും സാധിച്ചില്ല. അങ്ങനെ വരാം. എന്റെ കുറെ ചെറുപ്പത്തിൽ ഞാൻ ഇതൊരു അനുഭവം പറയാൻ, എന്റെ കുറെ എന്ന് പറഞ്ഞാൽ ഞാൻ കിതാബൊക്കെ ഓടാൻ പോകുന്നതിന് മുമ്പ് സ്കൂളിൽ പോകുന്ന ഒരു പ്രായത്ത് എന്റെ തിരുവേഗപ്പുറം എന്ന സ്ഥലത്ത് ഒരു വ്യക്തിയെ വിഷം, അതായത് പേപ്പറ്റി കടിച്ചു മരിച്ച്. അങ്ങനെ മയ്യത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് ആ മയ്യത്ത് കൊണ്ടുവന്നത് അതുപോലെ അതിന്റെ മരിച്ചതിന്റെ ശേഷവും പിന്നെ കുളിപ്പിക്കൊന്നുമില്ലല്ലോ. ആകെ ഇൻസുലേഷൻ പ്ലാസ്റ്റ് ചിറ്റിച്ച് മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമക്കുത്ത് പോലും കാണാത്ത രൂപത്തിലാണ് ആ മയ്യത്തിനെ അന്ന് പൊതിഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ മയ്യത്തിനെ കുളിപ്പിച്ചു കൊടുക്കാനും സാധ്യല്ല, തയമ്മം ചെയ്തു കൊടുക്കാനും സാധ്യല്ല. അങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ സംഭവിക്കാം എന്നാ ഞാൻ പറയുന്നത്. എങ്കിൽ ഇനി എല്ലാവരും ശ്രദ്ധിക്കണം. മുമ്പൊരാൾ മാസപ്പിറവി കണ്ട മാതിരി, റേഡിയനിൽ മാസപ്പിറവി കണ്ട മാതിരി ക്ലാസ് കേട്ടാല് മസ്അല മാറിപ്പോകും. ഞാൻ നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഒന്ന് പറയട്ടെ. പഴയ കാലത്തൊക്കെ നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ചാനലുകളൊന്നും ഇല്ലല്ലോ. ഈ റേഡിയോനിലെ വാർത്ത കേട്ടിട്ടാണ് പെരുന്നാളൊക്കെ അറിഞ്ഞിരുന്നത്. മൊബൈലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ 11:05 വരെ ഒരാൾ കാത്തിരുന്നു. എന്ത്? ഈ മാസപ്പിറവിയുടെ വിവരം അറിയാൻ വേണ്ടി. 11:05 പിന്നെ എല്ലാ റേഡിയോനിലും കണ്ടാലും ശരി കണ്ടില്ലെങ്കിലും ശരി ഒന്നും കൂടി വിവരം, കണ്ട വിവരം പറയും, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ല എന്നുള്ള വിവരം പറഞ്ഞിട്ട് ആ റമദാൻ ഷാബാൻ 29 അന്നും റമദാൻ 29 അന്നും ആകാശവാണി അടക്കലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒറ്റങ്ങളുടെ സ്വഭാവം എന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഇയാൾ ഇങ്ങനെ കാത്തുനിന്ന് ലാസ്റ്റ് വിവരം അറിയാം. അപ്പൊ ആകാശവാണി പൂത്താ നേരത്ത് പറഞ്ഞ് ഷവ്വാൽ മാസപ്പിറവി കണ്ടതായി എന്നറിഞ്ഞ്. കണ്ടതായി എന്ന് പറഞ്ഞപ്പോ ഇയാള് റേഡിയം പൂത്ത് പള്ളിക്കത്തെ മൊയ്ലിയത് പറഞ്ഞു ചൊവ്വാല് മാസപ്പിറവി കണ്ടിക്കണത്രേ പറഞ്ഞു. മൊയ്ലിയതും തെക്കുബീരല്ലേ ഇയാള് വന്ന് പറഞ്ഞതല്ലേ വെച്ചിട്ട്. സംഗതി റേഡിയത്ത് പറഞ്ഞത് എന്താണ്? ചൊവ്വാൽ മാസപ്പിറവി കണ്ടതായി ഇതുവരെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ മുമ്പ് ഈ കണ്ടതായി എന്ന് പറഞ്ഞപ്പോ റേഡിയം പൂത്തി. സംഗതി ഇതുവരെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ ഓൺലൈനിൽ ക്ലാസ് കേൾക്കുന്നവരോട് ഒരു മസ്അല പറഞ്ഞു പൂർത്തിയാകുന്നതിന്റെ മുമ്പേ DC ആയാൽ, റേഞ്ച് പോയാൽ നിർബന്ധമായി നിങ്ങൾ ചോദിക്കണം അതിന്റെ ബാക്കി പിന്നെ പറഞ്ഞോന്ന്. അല്ലെങ്കിൽ മസ്അല അത് KMIC അങ്ങനെയാണ് മസ്അല പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഒരു ചീത്തപ്പേര് നിൽക്കും കൂടി വരും. കാരണം ഫിഖിന്റെ ക്ലാസ് എടുക്കുന്നത് ഇന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ഉസ്താദന്മാരോട് എങ്കിലും അബദ്ധങ്ങൾ നിങ്ങൾ കാര്യപ്പെട്ട ഉസ്താദന്മാരിൽ നിന്ന് കേട്ടതിന് എതിരായി വല്ലതും എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കാൻ അവസരം വന്നാൽ ഉണർത്തണം. അള്ളാഹു തെറ്റുകൂടാതെ ശരിയായ രൂപത്തിൽ പറയാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം കുളിപ്പിക്കാനും തയമ്മം ചെയ്തു കൊടുക്കാനും സാധിക്കാത്ത മയ്യത്താണെങ്കിൽ ഒരു കാരണവശാലും അവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് മസ്അല. പക്ഷേ അംഗീകരിക്കാവുന്ന ചില ഇമാമീങ്ങൾക്ക് അവരുടെ അഭിപ്രായമുണ്ട്. ഇന്നൽ മൈസൂറ
ലാ യസ്ഖുതു ബിൽ മഅ്സൂരി. അത് മറക്കണ്ട, അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു മസ്അലയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്നൽ മൈസൂറ, മൈസൂര് ബാംഗ്ലൂരും മൈസൂരും അല്ലാതെ അങ്ങനെയാ. മൈസൂരിനെ പറ്റിയിട്ട് ഫിഖിന്റെ കിതാബിൽ പറഞ്ഞെന്തോ, അതുകൊണ്ട് ഇനി മൈസൂർക്ക് പോകാൻ മസ്അല ഉണ്ടാക്കണ്ട. അവിടെ ഇന്നൽ മൈസൂറ, നിശ്ചയമായും സാധ്യമാക്കപ്പെടുന്നത്, ലാ യസ്ഖുതു, സാധ്യമായത് ഒഴിവാകൂല, ബിൽ മഅ്സൂരി, ഞെരുക്കമായ കാര്യം കൊണ്ട്. ഇവിടെ ഞെരുക്കമായ കാര്യം എന്താ? മയ്യത്ത് കടലിൽ മുങ്ങി മരിച്ചു. പക്ഷെ ആ മയ്യത്ത്, ആ വ്യക്തിയെ പിന്നെ മയ്യത്ത് കടലിൽ മുങ്ങി മരിക്കൂലട്ടോ. അത് പിന്നെ പോസ്റ്റും കാലി എന്ന് പറഞ്ഞാൽ മാറിക്കാവും. ഒരാള് എന്ത് ചെയ്തു? മുങ്ങി മരിച്ച്. ആ മയ്യത്ത് എന്തായില്ല? നമ്മുടെ കയ്യിൽ കിട്ടിയില്ല, മയ്യത്ത് കയ്യിൽ കിട്ടിയില്ല. അപ്പൊ എന്തായി? നമുക്കത് ഞെരുക്കമായതെന്താ? ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്തേ കാരണം? മയ്യത്ത് കയ്യിൽ കിട്ടിയില്ല. അതാണ് ഇപ്പൊ നമുക്ക് ഞെരുക്കമായത്. പക്ഷെ മയ്യത്ത് കയ്യിൽ കിട്ടിയില്ലെങ്കിലും മയ്യത്തിന്റെ പേര് നിസ്കരിക്കണമെന്ന് കുഴപ്പമില്ലല്ലോ. നിസ്കരിക്കാൻ പോലെ എന്താ വിഷമം? ആ ഒരു ന്യായം വെച്ച് അംഗീകരിക്കാവുന്ന ചില ഇമാമീങ്ങൾ മയ്യത്തിനെ കുളിപ്പിക്കാനും, അല്ലെങ്കിൽ കുളിപ്പിക്കാൻ പാടില്ലാത്ത സാധിക്കാത്ത മയ്യത്താണെങ്കിൽ തയമ്മും പറ്റാത്ത മയ്യത്താണെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായത്തിന് എതിരായി നിസ്കരിക്കണോണ്ട് കുഴപ്പമില്ല എന്ന് ഒരഭിപ്രായമുണ്ട്. അവിടെ മറ്റു ചില ഇമാമീങ്ങൾ ഈ അഭിപ്രായത്തിന് പിൻബലം നൽകിയിട്ടുണ്ട്. ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മയ്യത്തിന് നമ്മളെ കയ്യിൽ കിട്ടി, കടലിൽ മുങ്ങി മരിച്ചതാണ്, പുഴയിൽ മുങ്ങി മരിച്ച് മയ്യത്ത് കയ്യിൽ കിട്ടാതിരുന്നതാണ്, നമുക്ക് അത്രയില്ല. ഒരു മയ്യത്ത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് നോക്കുമ്പോ കുളിപ്പിക്കാൻ യാതൊരു മാർഗമില്ല, കത്തിക്കരിഞ്ഞ് അതിന്റെ തയമ്മും ചെയ്തു കൊടുക്കാതെ ഒരു മാർഗമില്ലാത്ത രൂപത്തിൽ ഒരു മയ്യത്ത് നമ്മളെ കയ്യിൽ കിട്ടിയെന്ന് വെക്കുക. ഇതൊന്നും ഇന്നത്തെ കാലത്തെ അത്ഭുതങ്ങളല്ല മക്കളെ. ഓരോ മരണ റിപ്പോർട്ടുകൾ, ഓരോ ഫ്ലൈറ്റ് കത്തിയുള്ള മരണങ്ങള്, ചില മയ്യത്തുകൾ കയ്യിൽ കിട്ടിയിട്ട് ജനങ്ങൾക്ക് അടുക്കാൻ പറ്റാത്ത രൂപവും ആരും തയ്യാറാവാത്ത രംഗങ്ങളൊക്കെയും പല റിപ്പോർട്ടുകളും നമ്മൾ ദിവസേന എന്ന് പറഞ്ഞ മാതിരി കേട്ടും കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു മയ്യത്ത് കയ്യിൽ കിട്ടിയിട്ട് അതിനെ കുളിപ്പിക്കാനും സാധിച്ചില്ല, തയമ്മം ചെയ്തു കൊടുക്കാനും സാധിച്ചില്ല. ആ മയ്യത്തിനെ നിസ്കരിക്കാതെ കബറടക്കുക എന്നുള്ളത് ഈ മയ്യത്തിനോട് ഒരു നിസ്സാരത, ആ മയ്യത്തിനോടുള്ള ഒരു അനാദരവായിട്ട് വരും. അതുകൊണ്ട് അവിടെ നിസ്കരിക്കണോണ്ട് കുഴപ്പമില്ല എന്ന് ഒരഭിപ്രായം ഉണ്ട്. അപ്പൊ നമ്മളെ അഭിപ്രായം സ്വീകരിച്ചിട്ട് കുളിപ്പിക്കാനും സാധിക്കാത്ത, അതല്ലെങ്കിൽ തയമ്മം ചെയ്തു കൊടുക്കാനും സാധിക്കാത്ത ഒരു മയ്യത്തിനെ എന്റെ മേലിൽ നമ്മൾ നിസ്കരിച്ചു എന്ന് വെക്കുക, കുഴപ്പമൊന്നുമില്ല. ഈ അഭിപ്രായ പ്രകാരം ശരിയാവും. ഈ അഭിപ്രായം ഒന്നുകൂടി ഒരു മുൻഗണന നൽകുന്ന രൂപത്തിലാണ് നമ്മളെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ, ഷർവാനി പോലത്തെ കിതാബൊക്കെ ഒന്ന് നോക്കിയാൽ, കാരണം നിസ്കരിക്കാതെ ഒരു വ്യക്തിയെ അത് മറമാതുക, അത് നമുക്ക് മനസ്സിലേക്ക് ആലോചിക്കുമ്പോ തന്നെ ഇറങ്ങുന്നത് തോന്നുന്നല്ലോ. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും അതിന്റെ പ്രബലമായ ഷാഫി മദ്ഹബിലെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഷാഫി മദ്ഹബിലെ മുഅ്തമദും ഫത്വ നൽകേണ്ടതും ജനങ്ങളോട് പറയേണ്ടതും കുളിപ്പിക്കാൻ സാധ്യമല്ലെങ്കിൽ തയമ്മം ചെയ്തു കൊടുക്കാനും രണ്ടിനും സാധിക്കാത്ത മയ്യത്തിന് ശുദ്ധി വന്നിട്ടില്ല എന്നതിന്റെ പേരിൽ അവിടെ നിസ്കരിക്കാൻ പാടില്ല. ഞാൻ ഈ ഒരു മസ്അല ബോധ്യപ്പെടുത്താൻ കാരണം എന്താ? അപ്പൊ കടലിൽ മുങ്ങി മരിച്ചു, മയ്യത്ത് കടലിലാണുള്ളത്, വെള്ളത്തിലാണ് കിടക്കുന്നത്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മരിച്ചതിനു ശേഷം ആ വ്യക്തിയുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം മായിട്ടുണ്ടാകും. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നിയ്യത്ത് നിർബന്ധവുമില്ല. അപ്പൊ ഞാൻ മയ്യത്തിന്റെ പേരിൽ നിസ്കരിച്ചൂലേ? പക്ഷെ നമ്മുടെ കയ്യിൽ മയ്യത്ത് കിട്ടിയിട്ട് ഒരു കുളിപ്പിക്കുന്ന രംഗം ഇവിടെ ഉണ്ടാവാത്തത് കൊണ്ട് ആ മയ്യത്തിൽ ശുദ്ധിയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് മസ്അല എന്ന് ഞാൻ സാന്ദർഭികമായി നമ്മുടെ കടപ്പുറം ഏരിയയുടെ ഭാഗത്തുള്ള ചില ശ്രോതാക്കളിൽ നിന്ന് വന്ന ചോദ്യമായതുകൊണ്ട് അവരെ ഒന്ന് പരിഗണിച്ചാല്, കടപ്പുറം ഏരിയയിലൊക്കെ ഇപ്പൊ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയാൽ എത്ര മനുഷ്യന്മാര് കേൾക്കുച്ചിട്ട. അതൊക്കെ രാവിലെ ഒരു 9 മണി 9:30 മണിക്കൊക്കെ കടപ്പുറം ഏരിയ പോയൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരൊരു KMICയുടെ ഫിഖിന്റെ ക്ലാസ് കേൾക്കാൻ നിന്നാല് എനിക്കും നല്ല അഭിപ്രായം തോന്നും, 100 ആൾക്കാരെങ്കിലും കേൾക്കാണ്ടാവും. അത് അവരുടെ കുടുംബത്തിലേക്ക് ഉപകരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്ഥിരം ശ്രോതാക്കള് അവർക്ക് ഒരു ഉന്മേഷം, അവർക്കൊക്കെ ആവശ്യമായ
ഒരു മസ്അല എന്ന നിലയ്ക്ക് അവരുടെ ഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യമായതുകൊണ്ട് ഞാൻ അതൊന്ന് അല്പം വിശദീകരണത്തോടു കൂടെ ഉണർത്തിയതാണ്. ഇത് അവർക്ക് മാത്രം ബാധകമല്ല. നമ്മുടെ കുടുംബത്തിൽ മീൻപിടുത്തക്കാരുണ്ട്, കപ്പലിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പലവരും കടലിൽ മുങ്ങി മരിച്ചവരുണ്ട്, ചിലപ്പോൾ മുങ്ങി മരിക്കുന്ന റിപ്പോർട്ട് കേൾക്കുന്നവരുണ്ട്. അവരൊക്കെയും നമുക്കൊക്കെയും ആവശ്യമായ ഇന്ന് കാലോചിതമായ ഒരു മസ്അല തന്നെ എന്ന നിലക്കാണ് ഞാൻ പറഞ്ഞത്. ഇൻഷാ അള്ളാ ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. പ്രത്യേകം അറിയിക്കുന്നു, ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ഇന്ന് വ്യാഴാഴ്ചയാണ്. നമ്മുടെ അബു ഹാഷിം ഉസ്താദാണ് എന്തിന് നമ്മുടെ ക്ലാസ്സിന് അല്ലെ. ഉസ്താദ് എത്തിയാൽ ഉടനെ വിവരം അറിയിക്കണം. കാരണം ഉസ്താദ് വലിയ തിരക്ക് പിടിച്ച ഒരു ഉസ്താദാണ് നമ്മുടെ അബു ഹാഷിം ഉസ്താദ്. കറക്റ്റ് സമയത്ത് എന്തെങ്കിലും പ്രത്യേക അസൗകര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ഉസ്താദ് എത്താറുണ്ട്. ഉസ്താദ് എത്തിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉടനെ മൈക്ക കൊടുക്കാം. അതുകൊണ്ട് ബന്ധപ്പെട്ട അടിമിനിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 മിനിറ്റ് വെള്ളം നോക്കണം എന്ന് പറഞ്ഞല്ലോ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾ പെരുമാറാനേ പറ്റുള്ളൂ. ഒരാൾ നമ്മളെ PK ഒരു സുഹൃത്ത് സ്ഥിരമൊരു ശ്രോതാവൻ മയ്യത്തിന്റെ പല്ല് തേക്കുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം ആവാതെ നോക്കണം എന്ന് പറഞ്ഞല്ലോ ഉസ്താദ്. അപ്പോൾ വലിയ പല്ലുള്ള ആളുകളുടെ ചില പല്ലുകൾ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് തേക്കേണ്ടത് ഉസ്താദ്? അത് എങ്ങനെയാണ് തേക്കേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടി, അങ്ങനെ പല്ല് കൊഴിഞ്ഞ ആള് മരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണം, എന്നാ ഞാൻ നേരിട്ട് കാണിച്ചു തരും. അതപ്പോ ഞാൻ പോയി കിതാബ് നോക്കിയിട്ട് പറയാൻ പറ്റുന്ന അവസരമല്ല. ആ സുഹൃത്തിനോട് പറയാൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ അങ്ങനത്തെ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോയി അപ്പൊ ഞാനാ കാണിച്ചു തരും. അതൊക്കെ നമ്മൾ വായയില് അപ്പൊ എന്താണ് ചില ആളുകളുടെ പല്ല്, ചില പല്ല് വലിയ പല്ലേക്കാലം ഈ എന്താണ് കോഴിക്കോട് ചെറിയ കാലി വലിയ കാലി മാതിരി ഒന്ന് ചെറുത് ഒന്ന് വലുതേക്കാലോ. അപ്പൊ ചിലപ്പോ നമ്മൾ എങ്ങനെ ചിലപ്പോൾ വെള്ളം കൊടുക്കുമ്പോഴും തുള്ളി വെള്ളം എന്താവും കീപ്പത്ത് പോകും. അതൊക്കെ നിങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനേ പറ്റുള്ളൂ. വെള്ളം കഴിവിന്റെ പരമാവധി അകത്തേക്ക് പോവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അവർ അന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഷാഫിഈ മദ്ഹബും മാലിക്കി മദ്ഹബുമാണ്. ഷാഫിഈ മദ്ഹബ് അങ്ങനെ തന്നെ ഒരു മദ്ഹബും പാട് ആ വിഷയത്തിൽ നമുക്കൊപ്പമുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാലിക്കി മദ്ഹബ. ഈ 2 മദ്ഹബിലും കുലിപ്പിക്കുന്നതിന് മുമ്പ്, എല്ലാ മദ്ഹബിലും കുലിപ്പിക്കുന്നതിന്റെ മുമ്പ് ഒന്നുണ്ടാക്കണം, അങ്ങനെ തന്നെ മസല. പക്ഷെ ഷാഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും, ഷാഫി മദ്ഹബ് അങ്ങനെ തന്നെ, മാലിക്കി മദ്ഹബാണ് നമ്മുടെ ഒപ്പമുള്ള ആ വിഷയത്തിൽ അഭിപ്രായമുള്ള മദ്ഹബ് എന്നാണ് എന്റെ ഓർമ്മ. ഈ 2 മദ്ഹബിലും വായയിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും എപ്പ തന്നെ ആവണം? കുലിയുടെ മുമ്പ് തന്നെ ആവണം. എങ്കിൽ അനഫി മദ്ഹബും ഹംബലി മദ്ഹബും അവർ പറയുന്നത് വായിൽ വെള്ളം അപ്പ കൊടുക്കാൻ പാടില്ല. കാരണം കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് വായയിൽ വെള്ളം കൊടുത്താൽ ഈ വെള്ളം കീപ്പോത്ത് ഇറങ്ങിപ്പോയാൽ അത് കുളിപ്പിക്കുന്നതിന്റെ ലാസ്റ്റ് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തിന്റെ ആവശ്യമില്ല? മളുമലത്തിന്റെ ആവശ്യം ഇല്ല എന്ന് മദ്ഹബിന്റെ മസ്അല ചർച്ച ചെയ്യുന്ന കിതാബുകളിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അത് വെള്ളം കീപ്പോത്ത് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയോല പല്ല് വലുതായിരിക്കും, ചെറിയോല പല്ല് അകലുണ്ടാകും, ചിലപ്പം ചെറിയോല പല്ല് കൂടിയിട്ടുണ്ടാവൂല. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് ഓരോരുത്തർ എന്താക്കുക, കൈകാര്യം ചെയ്യുക. അതൊന്നിപ്പോ നമ്മളൊരു ഫിഖിന്റെ കിതാബില് വെള്ളം അകത്തേക്ക് പോവാതിരിക്കാനുള്ള മാർഗം സ്വീകരിക്കണം എന്നേ പറയുള്ളൂ. അല്ലാതെ ഫിഖിന്റെ കിതാബ് നോക്കിയാൽ വലിയ പല്ലില്ലോനെങ്ങനെ, ചെറിയ പല്ലില്ലോനെങ്ങനെ, തീരെ പല്ലില്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. വല്യാപ്പ സെറ്റ് പല്ലേ വെച്ചേന്, തലേ ദിവസം വല്യാപ്പ പല്ല് ഊരിയച്ചേന്, ആ ഊരിയച്ച നിലക്കാന്ന് സുബൈക്കും മരിച്ചത്. ഇപ്പൊ വല്യാപ്പാന്റെ പല്ലിൽ ഒറ്റ പല്ലില്ല, വെള്ളാണ്ട് പാരണ്ട ആവശ്യമല്ലോ, തോട്ടുകൂടെ വെള്ളം ഒഴുകുമ്പോൾ ആ പോകുന്നതിന് മതി. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? അതൊക്കെ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നേപ്പോ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അത് ഓരോരുത്തരുടെ ബുദ്ധിക്കനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ചില പ്രായോഗികമായ ചില ബുദ്ധികൾ ഉണ്ടാവും. ആ ബുദ്ധി ഓരോരുത്തരും ഉപയോഗിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും വെള്ളം മയ്യത്തിന്റെ അകത്തേക്ക് വെള്ളം പോകുന്നത് ഒലുണ്ടാക്കി കൊടുക്കുന്ന സമയത്തും മൂക്കില് ആ മളുമലത്തിന്റെ നേരത്തൊക്കെയും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തി നമ്മൾ ടെക്സ്റ്റ് അടിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ആമുഖമായി ചുരുക്കി പറയാം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഭാഗം
അത് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിന്റെ ഗൗരവം ഏകദേശം എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ കേരളത്തിലുള്ളവരും പ്രവാസികളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മസ്അല. ഞാൻ അതിന്റെ കുറച്ച് വിശദീകരണങ്ങളുണ്ട്. ആ വിശദീകരണത്തിലൊക്കെ നമുക്കൊരുപാട് ആശയങ്ങളും പഠിക്കാനുണ്ട്. ആ വിശദീകരണത്തിലേക്കൊന്നും കടക്കാതെ ആദ്യം ഞാൻ ചുരുക്കി ഒന്ന് പറയാം. അഥവാ ഒരു നാട്ടിൽ വെച്ചൊരു വ്യക്തി മരിച്ചാൽ ഇസ്ലാം അംഗീകരിക്കുന്ന പ്രത്യേകമായ കാരണങ്ങൾ കൂടാതെ മരിച്ച രാജ്യത്ത് നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മയ്യത്തിനെ കൊണ്ടുപോവാൻ പാടില്ല. ഒരു മിനിറ്റോ, അതൊക്കെ എന്താ പറഞ്ഞില്ലേ, അതൊക്കെ നമ്മൾ പറഞ്ഞിക്കണേ. ഞങ്ങൾ ഇനിയിങ്ങനെ എന്റെ സ്വഭാവം നിങ്ങളാണ് കേതെത്തുന്നത്, ഞാനല്ല. ഇന്റെ സ്വഭാവം ഈ ശ്രോതാക്കളെ കേതെത്തുന്നത്. ഒരു വിഷയം പറഞ്ഞ പിന്നെ അയിമക്കൂടെ ചോദ്യം വരും. നിക്കാണെങ്കിലോ ഒരു ചോദ്യം കണ്ട കിട്ടുന്ന ഉത്തരാണെങ്കിൽ അത് പറയാതെ ഉറക്കം കിട്ടൂല. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? വെപ്പ് പല്ലുള്ള ആള് മരിച്ചാൽ പല്ല് മാറ്റി വെക്കണോ? അതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, ശ്രോതാവ് കേട്ടാവൂല. വെച്ച പല്ല് വെപ്പ് പല്ലാണെങ്കിൽ മരിക്കുമ്പോൾ ആ പല്ല് അവിടെ ഉണ്ട്, നമ്മൾ എടുക്കണ്ട. ഇനി നമ്മൾ മരിക്കുന്ന സമയത്ത് അത് ഊരി വെച്ചിക്കണ്, എന്നാൽ രണ്ടാമത് വെച്ച് കൊടുക്കുകയും വേണ്ട. എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ. പുതിയ പല്ല് നമ്മൾ ചില ആൾക്കാർ സെറ്റ് പല്ല് ഉറങ്ങുന്നതിന്റെ മുമ്പ് വള്ളത്തിൽ ഇട്ടക്കും, എന്നിട്ട് പിന്നെ രാവിലെ സുബഹിസ്കാരക്കും കഴിഞ്ഞിട്ടാണ് എന്താക്കുക, പിന്നെ അതൊക്കെ വാക്കുക. മുമ്പ് ആള് പറഞ്ഞു സെറ്റ് പല്ലാണ് ലാഭം എന്നാണ്. സെറ്റ് പല്ലാണ് ലാഭം. ഈ എന്താണ് എടുത്തു വെക്കുന്ന ഊരി വെക്കുന്ന സെറ്റ് പല്ലാണ് ലാഭം എന്ന് വെച്ച്. എന്തേന്ന് വെച്ച് സുബൈക്ക് പല്ലേക്ക് എന്താണ് സുബൈക്ക് പല്ലേക്കണ്ട. കാരണം ഇത് വള്ളത്തിൽ തെച്ചാ പിന്നെ സുബൈക്ക് ഇച്ചാ പിന്നെ ഇത് പല്ലേക്കണ്ടല്ലോ. അപ്പൊ ആ ലാഭം നഷ്ടക്കാവതെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നു, സെറ്റ് പല്ല് നമ്മൾ വെച്ചത് നമ്മൾ മരിച്ചതിന് ശേഷം ഊരിയെടുക്കണ്ട. മരിക്കുന്നതിന്റെ മുമ്പ് പല്ലില്ലേ, എന്നാ നമ്മൾ എന്തു വേണ്ട, രണ്ടാമത് മരിച്ചതിന് ശേഷം വല്യാപ്പാക്ക് വെച്ചു കൊടുക്കും വേണ്ട. ഒറ്റവാക്കിൽ പറഞ്ഞ് എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു രാജ്യത്ത് വെച്ചൊരു വ്യക്തി മരിച്ചാൽ ആ മയ്യത്തിനെ മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോവാൻ ഇസ്ലാം അംഗീകരിച്ച അഥവാ നമ്മുടെ ഷാഫിഈ മദ്ഹബ് പ്രകാരം ചില കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്താ, മക്കയിലെ ഹറമിലേക്ക് മയ്യത്ത് ഖബറടക്കാൻ കൊണ്ടുപോവുക വലിയ ഭാഗ്യാണ്. ചിലപ്പോൾ അവസരം കിട്ടിക്കോന്നില്ല. അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ മദീനയിലേക്ക്, ജന്നത്തുൽ ബഖീയിലേക്ക്, അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളുടെ മക്ബറയിലേക്ക്, അങ്ങനെയാവാം. ഇപ്പൊ ഞാൻ അങ്ങനെ തന്നെ ഒരു മസല എന്തിനാണ്, ഞാൻ എന്ത് ചെയ്തു, കൈപ്പുറത്ത് വെച്ച് ഞാൻ മരിക്കുകയാണ്, എന്റെ സ്വന്തം നാട്ടിൽ വെച്ച് ഞാൻ മരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു, അടുത്ത വേറൊരു സ്ഥലത്ത് ഒരുപാട് ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും കബറടക്കിയ ഒരു മക്ബറയുണ്ട്. അവിടെ കബറടക്കാൻ അവസരം കിട്ടുമെങ്കിൽ എന്റെ നാട്ടിൽ കുടുംബമിത്രാദികളോടൊപ്പം കബറടക്കുന്നതിനേക്കാൾ അഫ്ളല്, നല്ലത് എന്താണ്, സ്വാലിഹീങ്ങളോടൊപ്പം കബറടക്കലാണ്. തൊയ്ഫ പോലോത്ത ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു, കുടുംബമിത്രാദികളോടൊപ്പം കബറാളികളായി കിടക്കുന്നതിനേക്കാൾ മയ്യത്തിന് ഏറ്റവും ഉപകാരം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ മയ്യത്തായി കിടക്കലാണ്. അങ്ങനെ പറഞ്ഞാൽ മതി. കാരണം സ്വാലിഹീങ്ങളോടൊപ്പം കിടക്കുമ്പോ ആ ഖബർസ്ഥാനിയിൽ എപ്പോഴും റഹ്മത്തിറങ്ങും, എപ്പോഴും അല്ലാഹു തആലാന്റെ തിരുനോട്ടം ഉണ്ടാവും. അത് കാരണം ആ ഖബർസ്ഥാനിയിലുള്ള മുഴുവൻ ഖബറാളികളുടെയും ദോഷങ്ങൾക്ക് പൊറത്തു കിട്ടാനും ഖബർ ജീവിതം സന്തോഷമാവാനും കാരണമാകും. അതുകൊണ്ട് സ്വാലിഹീങ്ങളോടൊപ്പം മയ്യത്ത് ഖബറടക്കാൻ വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോവാം. ഇങ്ങനത്തെ കാരണങ്ങളിൽ ഇനി അവരെ കല്ലൂബി പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു, ഒരു സ്ഥലത്ത് വെച്ചു മരിച്ചു, ആ സ്ഥലത്തിലുള്ള മക്ബറ, അതായത് മുസ്ലിമീങ്ങളെ മറമാടപ്പെടുന്ന സ്ഥലം അറിയപ്പെട്ട വഹാബിയുടെ ഖബറടക്കുന്ന സ്ഥലമാണ്, ബിദ്അത്തിന്റെ അഹ്ലുകാരുടെ ഖബർസ്ഥാനമാണ്. അവിടെ ഭൂരിപക്ഷവും ബിദ്അത്തിന്റെ അഹ്ലുകാരാണ് ഖബറാളികള്. എങ്കിൽ ആ മുബ്തദിഇന്റെ കൂടെ ഖബറിലായിട്ടും മരിച്ചതിന്റെ ശേഷം കിടക്കുന്നതിനേക്കാൾ നല്ലത് സുന്നികളുടെ ഖബർസ്ഥാനിയിലേക്ക് ഈ മയ്യത്തിനെ കൊണ്ടുപോവലാണ്. നോക്കൂ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ആവശ്യങ്ങളിലല്ല. അപ്പൊ ഇങ്ങനെ മയ്യത്തിനെ മരിച്ച രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോവൽ അനുവദനീയമായ അല്ലെങ്കിൽ സുന്നത്തായ സന്ദർഭങ്ങളിലും
എല്ലാ സന്ദർഭത്തിലും ഈ വ്യക്തി ഏതു രാജ്യത്ത് വെച്ചാണോ മരിച്ചത് ആ മരിച്ച നാട്ടുകാരുടെ മേലിലാണ് വാസ്തവത്തിൽ 4 കാര്യവും നിർബന്ധമാവുന്നത്. മയ്യത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലും അതുപോലെ തന്നെ നിസ്കരിക്കലും മറമാടലും. അപ്പൊ അനുവദനീയമായ രംഗത്ത് മറ്റൊരു നാട്ടിൽ കൊണ്ടുപോയി മറമാട, അവിടെ തന്നെ ചില ഇഷ്കാല് ഞാൻ തീർക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ചില നാടുകളിൽ ഉണ്ടാവും മരിച്ചതൊരു സ്ഥലത്താണ്, പക്ഷെ എല്ലാവരെയും ഖബർസ്ഥാനം വേറൊരു സ്ഥലത്താണ്. ഇപ്പൊ ഇവിടെ അടുത്തുണ്ട് ഈ കത്തുപ്പാറ, ഞങ്ങളെ ഇന്ത്യ അബുസുനൂന്റെ ഒക്കെ നാടിന്റെ അടുത്ത് പുലാമന്തോൽ അടുത്ത് വരെ ഒരു സ്ഥലം തോന്നി കത്തുപ്പാറ. അവിടെ ഇപ്പൊ അങ്ങനെ പുതിയ പുതിയ ഖബർസ്ഥാനൊക്കെ ഓരോ ജുമാഅത്ത് പള്ളിയുടെ ഭാഗത്ത് വരുന്നുണ്ട്. പക്ഷെ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു, ഒരു ഏകദേശം 5-8 കിലോമീറ്ററിന്റെ ഉള്ളിലൊക്കെ ആര് മരിച്ചാലും മയ്യത്ത് ഖബറടക്കാൻ എങ്ങോട്ടാ കൊണ്ടുവരിക, ഈ പള്ളിക്കൽക്കാ. അതേമായി തന്നെ പുത്തമ്പള്ളി അടുത്ത് കോതഞ്ചേരി ഭാഗത്ത് കോതഞ്ചേരി ജുമാഅത്ത് പള്ളി, നമ്മുടെ വലിയങ്കോട് ഉമർ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ജയില് ചാടിച്ച് ബ്രിട്ടീഷുകാർ ജയിലിൽ തടച്ചു. അങ്ങനെ രാത്രി സമയത്ത് ജയിലിൽ നിന്ന് പോന്ന കറാമത്തൊക്കെ കേട്ടിട്ടില്ലേ? ആ മഹാനുഭാവൻ നേരെ വന്നത് കോതഞ്ചേരി ജുമാഅത്ത് പള്ളിയിലാണ്. ഇന്നും ഏകദേശം 800 ചില്ലാൻ പഴക്കം ചെന്ന ഒരു ജുമാഅത്ത് പള്ളിയാണ്. സാധുവായ ഞാൻ കുറച്ചു കാലൊക്കെ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് മഹാന്മാര് അതിന്റെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ആ പള്ളിയിൽ എങ്ങനെയാണ്, ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മാറഞ്ചേരി അടുത്ത് ശ്രോതാക്കൾ ഉണ്ടാവും, പുന്നയൂർ കുളം, ഇങ്ങനത്തെ ഒരു 5-9-10 കിലോമീറ്റർ ചുറ്റുഭാഗത്ത് ആര് മരിച്ചാലും അക്കാലഘട്ടത്തിൽ മയ്യത്ത് ഖബറടക്കാൻ കൊണ്ടുവരിക കോതഞ്ചേരി ജുമാഅത്ത് പള്ളിയിലെ ഖബർസ്ഥാനിലേക്കാ. ഞാനൊക്കെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് കാരണവന്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്നുള്ള കാരണവന്മാരുടെ ചെറുപ്പകാലത്ത് അവർ കണ്ടടാത്തരെ സുബഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോ മയ്യത്ത് പള്ളിയുടെ പദോമ്പുറത്ത് ഇരിക്കുന്നുണ്ടാവുന്നു. പദോമ്പുറം എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ ചെറുപ്പക്കാർക്ക് തിരിയില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കണ്ട ഉസ്താദ് ഇപ്പത്ര വയസ്സനെ ഇരിക്കണോന്ന്. അല്ല, ഞാൻ വയസ്സന്മാരേക്കാണ് കാരണം നമ്മൾ വയസ്സനായിട്ടല്ല, പക്ഷെ നമ്മൾ വയസ്സന്മാരേക്കാണ് കേട്ടത് പറയാൻ. പദോപ്പറം എന്ന് പറഞ്ഞാല് അറിയല്ലോ, പഴയ കാലത്ത് ജുമാഅത്ത് പള്ളി അതുപോലെ തന്നെ വലിയ വലിയ വീടുകൾക്കൊക്കെ ഉണ്ടാവും മുൻഭാഗത്ത്. നമ്മളിപ്പോ ഒന്ന് സിറ്റ് ഔട്ട്, അതാ നമ്മളെ മുഹമ്മദ് ഇക്ബാൽ ഇന്ന് സിറ്റ് ഔട്ട് എന്നറിയും, പുറത്തിരിക്കേണ്ട സ്ഥലം. അത് പെരട ഔട്ട് വെത്തലല്ല, സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ തന്നെ പുറത്തുനിന്നാണ്. പക്ഷെ ചുറ്റളവിൽ പെടുമെന്നാണ് ആശാരിമാര് വരുന്നത്. എന്തോ ആവട്ടെ, പഴയ കാലത്ത് പദോപ്പറം എന്നാണ് പറയുക, ഇന്ന് അതിന് സിറ്റ് ഔട്ട് എന്നറിയാം. അങ്ങനെല്ലാം ശ്രദ്ധിക്കണം. നമ്മളെ കേരളത്തിലെ ഇസ്ലാമിക ചരിത്രം കൂടി അതിൽ പഠിക്കാണ്ട് ഒരുപാട് മസ്അലയിലൂടെ. അപ്പൊ അതുകൊണ്ട് സുബഹിക്കു പള്ളിക്കൊക്കെ ചെന്നാൽ കാണാ ഈ കോതഞ്ചേരി ജുമാഅത്ത് പള്ളിയുടെ പദോപ്പുറത്ത് മയ്യത്തിരിക്കുന്നുണ്ടാവും. ചിലപ്പം 2-3 മയ്യത്തൊക്കെ ഉണ്ടാവത്തില്ല. എന്താ കാരണം, പകല് മരിച്ചിട്ട് ചിലപ്പം മഗ്‌രിബിന്റെ നേരത്ത് മരിച്ച് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ജനങ്ങൾ മയ്യത്ത് ഏറ്റി 8-9 കിലോമീറ്റർ നടന്നു വരികയാണ്. അവരെത്തുമ്പോഴേക്ക് ചിലപ്പോൾ ഏകദേശം ഒരു രാത്രി സുബഹിന്റെ നേരൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അവർക്ക് അവിടെ നിൽക്കാൻ നേരല്ലേ, അവർ തിരിച്ച് അതേമാതിരി നടന്നു പോവേണ്ട അവസ്ഥ. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ മയ്യത്ത് ഈ പള്ളിയുടെ പദോമ്പത്ത് വെച്ച് അവിടെ പോകത്തല്ലേ. പിന്നെ ആ നാട്ടിലെ ആരെങ്കിലൊക്കെ എന്ത് ചെയ്തു നിസ്കരിക്കാൻ വരുമ്പോ കാണുമ്പോഴാണ് അബൂ ഹാഷിം ഉസ്താദ് എത്തിയിട്ടുണ്ട്, പിന്നെ ഈ മയ്യത്ത് ഖബറടക്കാറുള്ളത്. അപ്പൊ അങ്ങനത്തെ കോലവും ഒറ്റ മിനിറ്റ് ഉസ്താദെ. അപ്പൊ മറ്റൊരു നാട്ടിലാണ് മയ്യത്ത് ഖബറടക്കുന്ന പതിവ്. ഈ കോലത്തിലും മരിച്ച രാജ്യത്തിൽ നിന്നും മയ്യത്തിനെ കൊണ്ടുപോവാം. ഈ കോലത്തിലെല്ലാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഷാ അല്ലാഹു തആല പറയാനും കേൾക്കാനും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അബൂ ഹാഷിം ഉസ്താദിലെ ആദരപൂർവ്വം മൈക്കയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا ونفع الله بكم المسلمين إن شاء الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم.
كلام قديم لا يمل سماعه تنزاه عن قول وفعل ونية